السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله اللهم لك الحمد على نعمك العظيمة وآلائك الجسيمة. ربنا لا مانع لما أعطيت ولا معطي لما منعت ولا راد لما قضيت ولا مبدل لما حكمت ولا ينفع ذا الجد منك الجد. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. الصلاة والسلام عليك يا سيدنا يا رسول الله. بلغت الرسالة وأديت الأمانة ونصحت الأمة وكشفت الغمة وجاهدت في سبيل ربك حق جهادي وعبدت ربك حتى أتاك اليقين وسلم تسليما كثيرا كثيرا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألف لام را. كتاب أنزلناه إليك لتخرج الناس من الظلمات إلى النور بإذن ربهم إلى صراط العزيز الحميد. صدق الله العلي العظيم. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. खुदी को कर बुलंद इतना के हर तकदीर से पहले खुदा बंदे से खुद पूछे बता तेरी रिज़ा क्या है. बसारत को गई लेकिन बसीरत तो सलामत है. मदीना हमने देखा है मगर नादीद नादीदा. मदीना जाके हम समझे तक़द्दुस किसको कहते हैं. हवा पाकीज़ा पाकीज़ा फिज़ा संजीदा संजीदा. ജീവിതത്തിലെ ഏറ്റവും വലിയ സൽക്കർമ്മങ്ങളിലൊന്നായി അല്ലാഹു നമ്മുടെ ഈ സംഗമത്തെ സ്വീകരിക്കട്ടെ. എല്ലാവരും ആമീൻ പറയൂ. നമ്മുടെ ദോഷങ്ങളെ അല്ലാഹു മാപ്പാക്കി തരട്ടെ. രോഗങ്ങളെ അല്ലാഹു ശിഫയാക്കി തരട്ടെ. ഒട്ടനേകം പേർ നമ്മോട് വിട പറഞ്ഞു പോയിട്ടുണ്ട്. സംസ്ഥാനത്തെ മുൻ മന്ത്രിയും മുസ്ലിം ലീഗിന്റെ സമുന്നതനായ നേതാവുമായിരുന്ന വി കെ ഇബ്രാഹിം കുഞ്ഞു സാഹിബ് അവർ ഇന്ന് വൈകുന്നേരം ലോകത്തോട് വിട പറഞ്ഞു. വലിയ ജീവകാരുണ്യ പ്രവർത്തകനും മനുഷ്യസ്നേഹിയും ഓരോരുത്തരോടും ലാളിത്യത്തോടെ ഇടപെടുന്ന ഒരു മഹൽ വ്യക്തിയുമായിരുന്നു അദ്ദേഹം. ഞാൻ ആലുവ
പ്രദേശത്ത് കേന്ദ്രീകരിച്ച് സേവനം ചെയ്യുന്ന ഒരാള് ആയതുകൊണ്ടുകൂടി വ്യക്തിപരമായി വലിയ അടുപ്പവും ലാളനയും വാത്സല്യവും ഒക്കെ നൽകിയ ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. അള്ളാഹു അദ്ദേഹത്തിന്റെ ദോഷങ്ങളെ മാപ്പാക്കി കൊടുക്കട്ടെ. അദ്ദേഹത്തിന്റെ സേവനങ്ങളെ അള്ളാഹു സ്വീകരിക്കട്ടെ. പരലോകത്ത് അള്ളാഹു അദ്ദേഹത്തിന് സന്തോഷവും റാഹത്തും നൽകട്ടെ. ആമീൻ എന്നുകൂടി ഈ സന്ദർഭത്തിൽ ദുആ ചെയ്യുകയാണ്. ഞാനിവിടെ ഒരല്പസമയം നിങ്ങളോട് സംവദിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ സാഹചര്യത്തിലെ നമ്മുടെ പ്രാർത്ഥനയിലെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെ സംബന്ധിച്ച്. റജബിലും ശഅബാനിലും പ്രത്യേകം നമ്മൾ ദുആ ചെയ്യുന്നത് അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ. റജബിലും ശഅബാനിലും ഞങ്ങൾക്ക് നീ അനുഗ്രഹം ചൊരിയണമേ എന്ന്. സഹോദരിമാരൊക്കെ അത് ദുആ ചെയ്യുന്നുണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത്. നിങ്ങൾ ഇങ്ങനെ മുകളിലേക്ക് നോക്കിയിരിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത്. ബുദ്ധിമുട്ടാകുന്നുണ്ടോ? ഞാൻ ഇരിക്കണോ? ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുന്നത് പോലെ എനിക്ക് തോന്നുക. അല്ലാഹു അഅലം. സ്റ്റേജ് ഇത്ര ഉയരം സാധാരണ ഉണ്ടാവാറില്ല. പിന്നെ ഇതൊരു പ്രകൃതിയുടെ പശ്ചാത്തലമാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോ ഇത് ഈ വേദി ഇവിടെ ഉയർത്തിയിട്ടില്ലായിരുന്നെങ്കിൽ കുറച്ച് ഉയരത്തിലായിരുന്നു. കുറച്ചൊരു ഉയർന്ന സ്ഥലമാണ് അല്ലേ? പക്ഷെ പിന്നെ ആ ഭൂമിയുടെ ഒരു ലെവല് നോക്കിയിട്ടായിരിക്കും ചിലപ്പോൾ എന്നാ ഒരു ചെറിയൊരു സ്റ്റേജും കൂടെ സംഘടിപ്പിക്കാന്ന് വിചാരിക്കാം. ഞാൻ മുമ്പൊരിക്കൽ ഇവിടെ വന്ന് വാഴ്ന്നു പറഞ്ഞിട്ടുണ്ട്. എന്റെ ഭാഗ്യം കൊണ്ട് നിങ്ങൾക്ക് ആർക്കും അത് ഓർമ്മയില്ലാന്ന് തോന്നുന്നില്ല. ഓർമ്മണ്ടോ? പക്ഷെ അത് കുറച്ചൊരു മദ്രസന്റെ ഒക്കെ സൈഡിലായിരുന്നു അല്ല, ഒരു മദ്രസന്റെ അപ്പുറത്തൊരു പറമ്പിലായിരുന്നു അല്ലേ? അവിടെ ഒരു പറമ്പിലായിരുന്നു. അപ്പോ ഇതിപ്പോ ഇതിനു വേണ്ടി മാത്രം അങ്ങനെ റെഡിയാക്കിയത് പോലെയൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഇങ്ങോട്ട് വരുമ്പോ ചെറുതായിട്ടൊന്ന് മഴ പെയ്യണോന്ന് സംശയിച്ചിരുന്നു. ആകാശം നിങ്ങൾ അറിഞ്ഞിരുന്നു അത്? പക്ഷെ അതൊന്നും ചെറുതായിട്ട് ചാറിപ്പോയി. ഈ സമയം എന്ന് പറഞ്ഞാൽ മഴ എന്ന് പറയുന്നത് മറന്നുപോയൊരു സമയമാണ്. എന്നാലും നമ്മൾ വഴന്നൊക്കെ വെച്ചതുകൊണ്ടായിരിക്കണം ചെറുതായിട്ടൊന്ന് മഴ ഇങ്ങനെ പതുക്കെ പെയ്യണോന്ന് ഇങ്ങനെ ആലോചിച്ചു. ഇങ്ങനെ നോക്കുമ്പോ പന്തലൊക്കെ തുണിയുടെ പന്തലാണ്. അപ്പൊ തൽക്കാലം ഞാൻ നാളേക്ക് മാറ്റി വെച്ചിട്ടുണ്ടോ എന്നുള്ളത് അല്ലാഹു അഅലം. അപ്പൊ ഏതായാലും നല്ലൊരു അന്തരീക്ഷം. അപ്പൊ ഞാൻ നിങ്ങളോടൊക്കെ ചോദിച്ച കാര്യം നിങ്ങളൊക്കെ അത് ദുആ ചെയ്യാറുണ്ടോ എന്നുള്ളതാണ്. ദുആ ചെയ്യണം. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ. നമ്മൾ ദുആർക്കുന്നത് കേട്ടിട്ടുണ്ടാവും, കുറെ ആമീനും പറഞ്ഞിട്ടുണ്ട്. എന്താണ് ആ പറഞ്ഞത്? റജബിലും ശഅബാനിലും ഞങ്ങൾക്ക് നീ ബറക്കത്ത് നൽകണമേ എന്നാണല്ലോ ആ ദുആയുടെ അർത്ഥം. എന്താണ് ആ ദുആ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്? എന്താണ് അള്ളാഹിനോട് നമ്മൾ ചോദിക്കുന്നത്? നമ്മൾ ഈ മലയാളത്തിൽ ദുആർക്കുമ്പോ ശ്രോതാക്കളൊക്കെ ഉറക്കാമീൻ പറയും. കാരണം എന്താണ് പറയുന്നത് എന്ന് ദുആർക്കുന്ന ആള് എന്താണ് പറയുന്നത് എന്ന് ആമീൻ പറയുന്ന ആൾക്കാർ. ഞാൻ ആരെയും നിങ്ങൾക്ക് അറിയാത്തവരാണെന്നുള്ള ആൾക്കല്ല, പക്ഷെ പൊതുവില് അതൊന്നും അങ്ങനെ പഠിക്കാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അറബി ഭാഷയിൽ എന്തോ ദുആ ചെയ്യുന്നുണ്ട്. അതെന്തോ കാര്യമായ ദുആയാണ്. അല്ലാതെ ഉസ്താദ് ആ സമയത്ത് അങ്ങനെ ആമീൻ പറയാൻ വേണ്ടിയിട്ട് ഇത് പറയില്ലല്ലോ എന്നുള്ളത് കൊണ്ട് അങ്ങനെ ആമീൻ പറഞ്ഞു. അപ്പൊ എന്താണ് ഈ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ? റജബിലും ശഅബാനിലും ഞങ്ങൾക്ക് നീ ബറക്കത്ത് നൽകണമേ എന്ന് അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുന്നത് വലിയ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ്. എല്ലാ ഖൈറുകളും അള്ളാഹുവിൽ നിന്നുള്ളതാണ്. നല്ലത്, നന്മകൾ, സന്തോഷമുള്ള സമയം. ഇപ്പൊ നമ്മൾ ഈ പോകുന്ന ഈ സമയവും മണിക്കൂറും മിനിറ്റും ഇതൊക്കെ അള്ളാഹു നമുക്ക് നൽകുന്ന ഖൈറാണ്. ഒരു 100 രൂപ നമുക്ക് അള്ളാഹു നൽകുന്ന ഖൈറാണ്. ഒരു ദിവസം നമ്മൾ ജോലി ചെയ്ത് അന്ന് വൈകുന്നേരം, ഞാനിക്ക് ഇവിടുത്തെ ലെവൽ അറിയില്ല, 1000 രൂപ നമുക്കതിന്റെ ഒരു വേതനം കിട്ടിയെന്ന് വിചാരിക്കുക. അത് അള്ളാഹു നമുക്ക് നൽകുന്ന ഖൈറാൻ, അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള അനുഗ്രഹം, നന്മ, നേട്ടം. ഇതാണ്. ഇനി നമ്മൾ അള്ളാഹിനോട് ചോദിക്കുന്നത് എന്താണ്? പടച്ചോനെ അതിൽ ബറക്കത്ത് നൽകണമേ എന്നാണ്. ബറക്കത്ത് എന്ന് പറഞ്ഞാൽ ഈ ഖൈറിൽ വർധനവുണ്ടാവുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ 1000 രൂപ എനിക്ക് കിട്ടിയാൽ അതുകൊണ്ടൊരു 10000 രൂപയുടെ കാര്യം നടക്കും. അതാണ്
1 മണിക്കൂർ എനിക്ക് കിട്ടിയാൽ ഒരു 10 മണിക്കൂർ ചെയ്യേണ്ട കാര്യം ആ 1 മണിക്കൂർ കൊണ്ട് എനിക്ക് ചെയ്യാൻ കഴിയും. നമ്മളൊക്കെ അനുഭവിക്കുന്ന കാര്യമാണ്. നമ്മളുടെ നാട്ടില് 50,000 രൂപ ശമ്പളം മേടിക്കുന്ന ഒരാള്, അയാള് മാസത്തിന്റെ പകുതി ആകുമ്പോഴേക്ക് കടക്കാരനായി പോകും. 10,000 തികച്ചു കിട്ടാത്ത ഒരു മുഅല്ലിം അല്ലെങ്കിൽ ഒരാള്, അയാൾ അതുകൊണ്ട് സമൃദ്ധമായി ജീവിക്കുകയും ആ 10,000-ൽ നിന്ന് മിച്ചം പിടിച്ച് അയാൾ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി അത് മാറ്റിവെക്കുകയും ചെയ്യുന്നത് നമ്മൾ കാണുമ്പോൾ മനസ്സിലാക്കാം, ഈ 10,000-ൽ അല്ലാഹു, ആ ഖൈറിൽ അല്ലാഹു വിശാലത നൽകിയിട്ടുണ്ട്, വർധനവ് നൽകിയിട്ടുണ്ട്. ഇവിടെ അള്ളാഹുവിനോട് നമ്മൾ തേടുന്നത്, ഞങ്ങൾക്ക് എല്ലാ മാസവും ഇവിടെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇവിടെ ഇതാ ഈ റജബ് ശഅബാൻ ഞങ്ങളുടെ ഇടയിൽ വന്നു ചേർന്നു. ആ മാസത്തിൽ ഞങ്ങൾക്ക് കുറെ സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള സമയം കിട്ടണം. അതിനുള്ള മനസ്സ് ഞങ്ങൾക്ക് ഉണ്ടാവണം. അപ്പൊ അതിന്റെ തൊട്ടു മുമ്പുള്ള മാസത്തിൽ ഞങ്ങൾ ഖുർആൻ ഓതിയിരുന്നതിനേക്കാളും കൂടുതൽ ഖുർആൻ ഓതാനുള്ള മനസ്സ് വേണം, സുന്നത്ത് നിസ്കരിക്കാനുള്ള മനസ്സ് വേണം. അങ്ങനെ ഞങ്ങളുടെ മനസ്സും ഞങ്ങളുടെ സമയവും ഞങ്ങളുടെ ഈമാനും എല്ലാം സന്തോഷഭരിതമാകണം. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ. അതാണ് ബറക്കത്ത്. അങ്ങനെയാവുമ്പോ വബല്ലിഗ്നാ റമളാൻ, ഞങ്ങളിലേക്ക് നീ റമളാനിനെ എത്തിക്കണേ. ഞങ്ങൾ ഇങ്ങനെ ജീവിച്ചു പോകുമ്പോ ഈ മാസവും സമയമൊക്കെ ഇങ്ങനെ കഴിഞ്ഞിട്ട് ഞങ്ങൾ റമളാനിലേക്ക് അങ്ങനെ എത്തുക. പിന്നെ നമ്മൾ തേടുന്ന കാര്യം എന്താണ്? വവഫിഖ്നാ ഫീഹി ലിസ്സിയാമി വൽ ഖിയാമി വതിലാവത്തിൽ ഖുർആൻ. ആ റമളാനിൽ ഞങ്ങൾക്ക് നിസ്കരിക്കാനുള്ള തൗഫീഖ് നൽകണമേ. ആ റമളാനിൽ ഞങ്ങൾക്ക് നോമ്പുകൾ നോൽക്കുവാനുള്ള തൗഫീഖ് നൽകണമേ. ആ റമളാനിൽ ഞങ്ങൾക്ക് ഖുർആൻ പാരായണം ചെയ്യുവാനുള്ള തൗഫീഖ് നൽകണമേ എന്നാണ് ഈ മാസങ്ങളിലെ നിസ്കാരങ്ങൾക്ക് ശേഷം പ്രാർത്ഥനകൾക്കിടയിലൊക്കെയായി നമ്മൾ അല്ലാഹുവിനോട് തേടിക്കൊണ്ടേയിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ഇവിടെ സംസാരിക്കുന്ന കാര്യം, അല്ലാഹു ഈ പരിശുദ്ധ റജബിലും ശഅബാനിലും ബറക്കത്ത് നൽകി നമ്മൾ ആഗ്രഹിക്കുന്ന ആ തേട്ടത്തിലേക്ക് നമ്മെ എത്തിക്കാൻ റബ്ബിനോട് നമ്മൾ വീണ്ടും തേടേണ്ടതുണ്ട് എന്നതിനെ സംബന്ധിച്ചും തിലാവത്തുൽ ഖുർആൻ, പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക, ആ ഖുർആനിനെ നമ്മൾ നെഞ്ചേറ്റുക, ആ ഖുർആനിനെ കുറിച്ചുള്ള ജ്ഞാനങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ വർദ്ധിപ്പിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ നമ്മൾ ചെയ്യുക എന്നതിനെ സംബന്ധിച്ചാണ്. ഖുർആനല്ലാത്ത മറ്റെന്താണ് നമ്മുടെ ജീവിതത്തിന്റെ വഴികാട്ടി? ഇന്നാ നഹ്നു നസ്സൽനാ الذിക്റ വഇന്നാ ലഹു ലഹാഫിളൂൻ. അല്ലാഹു ഖുർആനിൽ പറഞ്ഞ ഒരു കാര്യമാണ്, നിശ്ചയം നാമാണ് ഈ ദിക്റിനെ അവതരിപ്പിച്ചിട്ടുള്ളത്, ഈ ഖുർആനിനെ അവതരിപ്പിച്ചിട്ടുള്ളത് നമ്മളുടേതാണ്. നാമാണ് ഇത് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ലോകത്തുള്ള എല്ലാ ജനങ്ങൾക്കും വേണ്ടി അവതരിപ്പിച്ചിട്ടുള്ളത്. എന്നിട്ട് അല്ലാഹു ലോകത്തുള്ള മുഴുവൻ സൃഷ്ടിജാലങ്ങളോടും ജിന്നുകളോടും മനുഷ്യരോടും ലോകത്തുള്ള എല്ലാ ശക്തികളോടും വലിയ ഒരു പ്രഖ്യാപനം നടത്തുകയാണ്. വ ഇന്നാ ലഹു ലഹാഫിളൂൻ. നിശ്ചയമായും ഈ പരിശുദ്ധ ഖുർആനിനെ നാം തന്നെ സംരക്ഷിക്കുകയും ചെയ്യും. അപ്പൊ അല്ലാഹു ഖുർആനിനെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കതിൽ വലിയ പങ്ക് വഹിക്കാനുണ്ട്. ആ പങ്ക് എത്രത്തോളം ഒരു മുഅ്മിൻ എന്ന രീതിയിൽ നാം വഹിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈ സമയത്ത് നമ്മൾ ആലോചിക്കേണ്ടത്. നമ്മുടെ ഓർമ്മയിൽ ഖുർആനുണ്ട്, നമ്മളുടെ പ്രാർത്ഥനയിൽ ഖുർആനിന്റെ ഓർമ്മയുണ്ട്. അതുകൊണ്ടാണല്ലോ ഖുർആൻ ഓതാനുള്ള തൗഫീഖ് നീ നൽകണമേ.
പക്ഷേ ആ ഖുർആനിനെ ഹൃദയത്തോട് ചേർക്കാൻ, ആ ഖുർആനിനോട് നീതി പുലർത്തുവാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഏൽപ്പിച്ചതായ, ഏറ്റെടുത്തതായ ആ സംരക്ഷണത്തിന്, സൃഷ്ടികളിൽ നിന്ന് നമ്മളുടേതായിരിക്കുന്ന ആ കർത്തവ്യം നിർവഹിക്കുവാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, നമുക്ക് എത്ര ആളുകൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് ഈ സദസ്സിൽ വെച്ച് നമ്മൾ ആലോചിക്കേണ്ടത്. ഹബീബായ നബിക്ക് നമ്മോടുള്ള സ്നേഹത്തെക്കുറിച്ച് ഞാൻ പറയേണ്ടതില്ലല്ലോ. നമ്മെക്കാൾ സ്നേഹിക്കുന്ന ആളാണ് മുഹമ്മദ് മുസ്തഫ. സ്വലാത്ത് ചൊല്ലൂ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നാളെ നമ്മുടെ ശരീരം നമുക്കെതിരാകുമ്പോ, നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും നമ്മെ അനുസരിക്കാതിരിക്കുമ്പോ, അള്ളാഹുവിന്റെ സവിധത്തിൽ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന ഓരോരുത്തരും നമുക്ക് പ്രതിസന്ധികൾ സൃഷ്ടിക്കുമ്പോ, അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് നമുക്ക് ഓരോരുത്തർക്കും ഷാഫിആയി വരുന്നത്, ശുപാർശകനായി വരുന്നത്. അവിടെ നിന്നാണ്. നബിയാണ് നമ്മുടെ രക്ഷകനായിട്ടുണ്ടാവുക. الشفاعة هب لنا في القيامة مشفقا واهلنا إن ضاع يا سيدي خير النبي. മുഹമ്മദുർ റസൂലിനോട് ആ ശഫാഅത്താണ് നമ്മൾ നിരന്തരമായി ചോദിക്കാറുള്ളത്. എന്ന് പറഞ്ഞാല് ആഖിറത്തിൽ ആ ഹബീബ് നമുക്ക് വേണ്ടി നിലകൊള്ളുന്നയാളാണ്. റസൂൽ നമ്മെ ചേർത്ത് പിടിക്കുന്ന ആളാണ്. ആ ഹബീബ് ഹൗദുൽ കൗസറിന്റെ അടുക്കലേക്ക് നമ്മെ ഓരോരുത്തരെയും കൈപിടിച്ചു കൊണ്ടുപോകുമെന്ന് പ്രഖ്യാപിച്ചയാളാണ്. അങ്ങനെയുള്ള നബി നമ്മെക്കുറിച്ച് വല്ല പരാതിയും പരിഭവവും പറയുകയാണ് എങ്കിൽ അതെന്തായിരിക്കും എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു. നബിക്ക് എന്താ നമ്മളെ കുറിച്ച് പരാതി പറയാനുണ്ടാവുക? وَيَوْمَ يَعَضُّ الظَّالِمُ عَلَى يَدَيْهِ يَقُولُ يَا لَيْتَنِي اتَّخَذْتُ مَعَ الرَّسُولِ سَبِيلًا يَا وَيْلَتَى لَيْتَنِي لَمْ أَتَّخِذْ فُلَانًا خَلِيلًا لقد أضلني عن الذكر بعد إذ جاءني وكان الشيطان للإنسان خذولا وقال الرسول يا رب إن قوم اتخذوا هذا القرآن مهجورا. അള്ളാഹുവിന്റെ സവിധത്തിൽ ലോകത്തുള്ള കോടാനക്കോടി ജനങ്ങൾ നിൽക്കുമ്പോ, ഞാനും നിങ്ങളും രക്ഷപ്പെടാൻ വല്ല പഴുതുമുണ്ടോ എന്ന് അന്വേഷിച്ചു നിൽക്കുമ്പോ, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്തിന് വേണ്ടി നമ്മളൊക്കെ കൊതിച്ചു നിൽക്കുമ്പോ, ലോകത്ത് അള്ളാഹുവിന്റെ ഹബീബ് എല്ലാവരെയും ചേർത്ത് പിടിക്കാൻ ഒരുങ്ങുമ്പോ, സത്യവിശ്വാസികളെ, ആരെങ്കിലും കുറിച്ചെന്തെങ്കിലും പരിഭവം, പരാതി അള്ളാഹുവിനോട് അവിടുന്ന് പറയുന്നുവെങ്കിൽ ആ പരാതിയാണ് ഖുർആൻ സൂറത്തുൽ ഫുർഖാനിലൂടെ ഉദ്ധരിക്കുന്നത്. വഖാലർ റസൂലു, അള്ളാഹുവിന്റെ നബിയായ മുഹമ്മദുർ റസൂൽ പരലോകത്ത് വെച്ച് പ്രഖ്യാപിക്കുകയാണ്, യാ റബ്ബ്, എന്റെ റബ്ബേ, ഇന്ന ഖൗമി ഇത്തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറാ, നിശ്ചയമായും എന്റെ ഈ സമൂഹമുണ്ടല്ലോ, ഈ സമൂഹം ഈ ഖുർആനിനെ ഉപേക്ഷിച്ചവരായിരുന്നു. ഇവർ ഖുർആൻ ഓതിയിരുന്നില്ല, ഇവർ ഖുർആൻ കേട്ടിരുന്നില്ല, ഇവർ ഖുർആനിനെ സ്നേഹിച്ചിരുന്നില്ല, ഇവർ ഖുർആനിന് വേണ്ടി സമയം വിനിയോഗിച്ചിരുന്നില്ല, ഇവർ പരിശുദ്ധ ഖുർആൻ മക്കളെ പഠിപ്പിച്ചിരുന്നില്ല, ഇവർ ഖുർആൻ പഠിപ്പിക്കുന്ന കേന്ദ്രങ്ങളെ സഹായിച്ചിരുന്നില്ല. മുഅ്മിനീങ്ങളെ, നമ്മളാരും ഖുർആൻ ഞാൻ ഓതുന്നയാളാണല്ലോ, എനിക്ക് ഖുർആനിൽ കുറെ മനപ്പാഠമുണ്ടല്ലോ, ഞാൻ എന്റെ മക്കളെ ഖുർആൻ പഠിക്കാൻ മദ്രസയിലേക്ക് പറഞ്ഞേക്കുന്നുണ്ടല്ലോ എന്നൊന്നും കരുതി അള്ളാഹുവിന്റെ ഹബീബിന്റെ ഈ പരിഭവത്തിൽ നിന്ന് രക്ഷപ്പെടുന്നവരാകും എന്ന് നമ്മളാരും കരുതി മുന്നോട്ട് പോകേണ്ടതില്ല. ഇതിനെക്കുറിച്ച് നമ്മൾ കൃത്യമായി വിചാരപ്പെടുകയും ചിന്തിക്കുകയും വേണം. ഖുർആനിനെ നമ്മൾ ഒഴിവാക്കിയാൽ നിത്യജീവിതത്തിൽ ഖുർആനുമായിട്ടുള്ള ബന്ധം നമുക്കുണ്ട് എന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയാതിരുന്നാൽ ഈ പറയുന്ന വിഭാഗത്തിൽ നമ്മൾ പെടൂലേ? നമ്മൾ ഇന്ന തറവാട്ടുകാരാണ്, നമ്മൾ ഇന്ന നാട്ടുകാരാണ്,
അല്ലെങ്കിൽ നമ്മളുടെ ഇന്ന കാര്യങ്ങൾ, ഇന്ന സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട് എന്നൊക്കെ നമ്മളുടെ നാടിനെ കുറിച്ച്, വീടിനെ കുറിച്ച്, നമ്മൾ ഉപയോഗിക്കുന്ന സാധനത്തെ കുറിച്ച്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തെ കുറിച്ചൊക്കെ നമ്മൾക്ക് ഇങ്ങനെ പറയാൻ കഴിയും. എന്നതുപോലെ ആവശ്യാനുസരണം ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാവുന്ന സാഹചര്യത്തിൽ നമ്മളുടെ വീടുകളിൽ വെച്ചിരിക്കുന്ന ഒന്നായിട്ട് അള്ളാഹുവിന്റെ കലാമായ ഖുർആനിനെ നമ്മൾ സമീപിക്കുകയാണ് എങ്കിൽ അള്ളാഹുവിന്റെ ഹബീബിന്റെ പരിഭവത്തിൽ നമ്മൾ പെട്ടുപോകും. വളരെ ഗൗരവത്തോടെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയാനും പഠിക്കാനും ചിന്തിക്കുവാനും നമ്മളുടെ സമയങ്ങൾ നമ്മൾ വിനിയോഗിക്കണമെന്ന് പറയുന്നത്. പരിശുദ്ധ ഖുർആൻ എങ്ങനെയാണ് ഉപേക്ഷിക്കുക എന്ന് മഹാനായ ഇമാം ഇബ്നുൽ ഖയ്യിമുൽ ജൗസിയ്യ എന്നവർ തന്റെ കിതാബിൽ രേഖപ്പെടുത്തുന്നു. എങ്ങനെയാണ്? ഹജറ എന്ന് പറഞ്ഞ എന്താ? മഹ്ജൂറ. ഹജറ എന്ന് പറഞ്ഞ ഒഴിവാക്കുക എന്നാണ്. ഹിജ്റ എന്ന് കേട്ടിട്ടില്ലേ? ഹിജ്റ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയെ ഹജ്ർ ചെയ്ത് ഒഴിവാക്കി മദീനയിലേക്ക് പോയതാണ് ഹിജ്റ. ഒരു നാടിനെ ഒഴിവാക്കിയിട്ട് വേറൊരു നാട്ടിലേക്ക് പോകുന്നതാണ് ഹിജ്റ. എന്നതുപോലെ ഖുർആനിനെ അങ്ങോട്ട് ഒഴിവാക്കുക. എന്നിട്ട് എന്തിലാണ് അഭയം പ്രാപിക്കുന്നത്? അത് വളരെ ചിന്തിക്കേണ്ട സംഗതിയാണ്. ഖുർആൻ ഓതുന്നതിന് പകരം നമ്മളുടെ പ്രിയപ്പെട്ട മക്കൾ എന്താണ് അവർ കാണുന്നത്? നമ്മൾ എന്താണ് കാണുന്നത്? നമ്മൾ എന്താണ് കേൾക്കുന്നത്? നമ്മളുടെ മനസ്സിൽ ആ ഖുർആനിന്റെ വചനങ്ങൾക്ക് പകരം ഏത് ചിന്തകളാണ് നമ്മളുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് എന്ന് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ഇവിടെ വെച്ച് നമുക്ക് ചിന്തിക്കുവാൻ കഴിയണം. ഖുർആനിനെ ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ 3 തരത്തിലുള്ള ഒഴിവാക്കലാണ്. ഒന്ന് ഹജ്റുൽ ഇസ്തിമാ, ഖുർആൻ ശ്രവിക്കുക എന്നതിനെ ഉപേക്ഷിക്കുക. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ ഖുർആൻ കേൾക്കാറുണ്ടോ സഹോദരിമാരെ, സഹോദരന്മാരെ? ഖുർആൻ കേൾക്കുക എന്നത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രധാനപ്പെട്ട ചര്യയാണ്. റസൂൽ ഖുർആൻ ആദ്യം ഓതുകയല്ലല്ലോ ചെയ്തിട്ടുള്ളത്. റസൂൽ ആദ്യം എന്താ ചെയ്തിട്ടുള്ളത്? ഖുർആൻ ശ്രവിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അത് ചെവി കൊണ്ടുള്ള ശ്രവണമായിരുന്നില്ല, അതവിടുത്തെ ഖൽബ് കൊണ്ടുള്ള ശ്രവണമായിരുന്നു. മഹാനായ സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം വ ഇന്നഹു ലതൻസീലു റബ്ബിൽ ആലമീൻ, ലോകങ്ങളുടെ രക്ഷിതാവായ അല്ലാഹുവിൽ നിന്നാണ് ഖുർആനിനെ അല്ലാഹു അവതരിപ്പിക്കുന്നത്. ആരാണ് ഈ ഖുർആനുമായിട്ട് വരുന്നത്? നസല ബിഹിർ റൂഹുൽ അമീൻ, വിശ്വസ്ത ആത്മാവായ ജിബ്രീൽ അലൈഹിസ്സലാമാണ് വരുന്നത്. അലാ ഖൽബിക, അലാ ഖൽബിക, അങ്ങയുടെ ഹൃദയത്തിലേക്കാണ് ഈ ഖുർആനിനെ ജിബ്രീൽ അലൈഹിസ്സലാം കേൾപ്പിക്കുന്നത്. ലിതകൂന മിനൽ മുൻസിരീൻ, അങ്ങ് ആ ഖുർആൻ കേട്ട് അത് ഹൃദിസ്ഥമാക്കി അങ്ങ് മറ്റുള്ളവർക്ക് ആ ഖുർആനിന്റെ മുന്നറിയിപ്പുകൾ നൽകാനാണ് സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം ഇതുമായിട്ട് വരുന്നത്. അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ ഖുർആൻ ജിബ്രീൽ അലൈഹിസ്സലാമിൽ നിന്ന് കേട്ടു. ഇനി നിങ്ങൾ ചിന്തിക്കണേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് സ്വഹാബികളെ കേൾപ്പിച്ചു. സ്വഹാബികളും ഖുർആൻ ഓതുകയല്ല ചെയ്തത്, ആദ്യം അത് കേൾക്കുകയായിരുന്നു. അത് കേട്ടവർ മനപ്പാഠമാക്കി. ആ മനപ്പാഠം അവർ പാരായണം ചെയ്തു. ആ പാരായണം ചെയ്യുന്ന ആ മനോഹരമായ ഖിറാഅത്തുൽ ഖുർആൻ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കേൾക്കാൻ വല്ലാതെ ഇഷ്ടപ്പെട്ടയാളായിരുന്നു. റസൂൽ ഖുർആൻ കേൾക്കാൻ വല്ലാതെ ഇഷ്ടപ്പെടും. നിങ്ങൾ നബിയെ ഇഷ്ടപ്പെടുന്നവരാണോ? നിങ്ങളും ഞാനും ഖുർആൻ കേൾക്കാൻ ഇഷ്ടപ്പെടുന്നവരാകണം. ചെറുപ്പക്കാരെ, ഖുർആൻ കേൾക്കുക എന്നത് നമ്മുടെ ജീവിതത്തിന്റെ സമാധാനത്തിന്റെ ഹേതുവായി മാറണം. നമ്മുടെ ജീവിതത്തിന്റെ ടൈം പാസ്സായി മാറണം. നമ്മുടെ സമയത്തിന്റെ മനോഹാരിതയായിട്ട് മാറണം. പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് പോയി. അവിടുന്ന് പറയുകയാണ്, ഇഖ്റാ അലയ്യ, എനിക്ക് ആ ഖുർആൻ ഒന്ന് ഓദിത്താ. അവിടുന്ന് അബ്ദുള്ള ചോദിക്കുകയാണ്, അഖ്റാ അലൈക നബിയേ, ഞാൻ അങ്ങേക്ക് ഖുർആൻ ഓതി തരികയോ? വഅലൈക ഉൻസിൽ,
നിങ്ങൾക്കല്ലേ ഖുർആൻ ഇറങ്ങിയത്, ഞാൻ എങ്ങനെ പിന്നെ നിങ്ങൾക്ക് ഓതിത്തരും നബിയേ? അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ്, ഇന്നി ഉഹിബ്ബു അൻ അസ്മഅഹു മിൻ ഗൈരി. ഈ വാക്കുകൾ നമ്മളുടെ വീടുകളിൽ മുഴങ്ങണേ. ഈ വാക്കുകൾ നമ്മളുടെ വീടകങ്ങളുടെ അകത്തുള്ള സന്തോഷമാകണേ. ഈ പറയുന്ന വാക്ക് ഭർത്താവിന് ഭാര്യയോട് പറയാമല്ലോ. ചെറുപ്പക്കാരായ എന്റെ പ്രിയപ്പെട്ട സഹോദര, നിങ്ങളുടെ യുവതികളായ ഭാര്യമാരോട് നിങ്ങൾക്ക് പറയാമല്ലോ, ഇഖ്റ അലയ്യ, നീ എനിക്ക് പരിശുദ്ധ ഖുർആൻ ഒന്ന് ഓതി കേൾപ്പിക്ക്. നിന്റെ ഖിറാഅത്തുൽ ഖുർആൻ ഞാനൊന്ന് കേൾക്കട്ടെ. അപ്പോൾ അവൾ പറയും, ഞാൻ നിങ്ങൾക്ക് ഓതിത്തരികയോ? അപ്പോൾ നിങ്ങൾക്ക് പറയാമല്ലോ, ഇന്നി ഉഹിബ്ബു അൻ അസ്മഅഹു മിൻ ഗൈരി, അത് മറ്റുള്ളവർ ഓതി കേൾക്കുന്നത് എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. എന്റെ സഹോദരിമാരെ, നിങ്ങളുടെ പ്രിയതമനോട് നിങ്ങൾക്ക് പറയാമല്ലോ, കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര കാലമായില്ലേ, നിങ്ങൾ ഖുർആൻ ഓതുന്നതൊന്ന് ഞാൻ കേട്ടോട്ടെ. ഞാൻ അങ്ങനെ പരസ്യമായിട്ട് ഓതാറില്ല. ഇന്നി ഉഹിബ്ബു അൻ അസ്മഅഹു മിൻ ഗൈരി, അത് മറ്റുള്ളവർ ഓതി കേൾക്കുന്നത് എനിക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. ഒരു പക്ഷേ നിങ്ങൾ അങ്ങനെ പറയുമ്പോ നിങ്ങളുടെ പ്രിയതമനാ ഭർത്താവിന് ആ ഖിറാഅത്തുൽ ഖുർആനിൽ പ്രയാസങ്ങൾ വന്നേക്കാം, ഓതി പരിചയമില്ലാത്ത ആളായേക്കാം. നിങ്ങളുടെ പ്രിയപ്പെട്ടവൾ ഖുർആൻ ഓതി അങ്ങനെ പരിചയമില്ലാത്ത ആളായേക്കാം. നിങ്ങൾ പേടിക്കേണ്ടതില്ല. അങ്ങനെ തപ്പിയും തടഞ്ഞും ഒരാൾ ഖുർആൻ ഓതിയാൽ ഹബീബായ റസൂലുള്ള പറയാണ്, എനിക്ക് ഖുർആൻ ഓതണം എന്ന ലക്ഷ്യത്തോടെ തപ്പിയും തടഞ്ഞും അയാൾ ഖുർആൻ ഓതിയാൽ സാധാരണ ഖുർആൻ ഓതുന്നതിൽ നിന്ന് ഇരട്ടി കൂലി, 2 കൂലി അല്ലാഹു അയാൾക്ക് കൊടുക്കുന്നതാണ്. ഒന്ന് അയാൾ ഓതിയതിനുള്ള കൂലിയും, 2 ഓതുന്നതിൽ അയാൾ പ്രയാസം സഹിച്ചതിനുള്ള കൂലിയുമെന്ന് സയ്യിദുനാ വ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ള പറഞ്ഞു, അബ്ദുള്ള ഓതിക്കൊടുത്തു. പള്ളിയിൽ അവരിങ്ങനെ ഇരിക്കുകയാണ്. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് സൂറത്തുൻ നിസാ ആണ് പാരായണം ചെയ്യുന്നത്. നിസാ സൂറത്ത് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അതിൽ ലയിച്ചുകൊണ്ട് റസൂലുള്ള ഖുർആൻ ഇങ്ങനെ കേൾക്കുകയാണ്. കുറെ കഴിഞ്ഞപ്പോൾ അബ്ദുല്ലാഹി ഒരു കരച്ചിൽ കേട്ടു. റസൂലുള്ള കരയുകയാണ്. കാരണം ആ ഖുർആനിൽ അല്ലാഹു ഹബീബായ നബിക്ക് നാളെ പരലോകത്ത് നൽകാനിരിക്കുന്ന ഉദാത്തമായ സ്നേഹ സമ്മാനത്തെ വർണ്ണിക്കുകയാണ്. ഫകൈഫ ഇദാ ജിനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദിൻ വജിനാ ബിക അലാ ഹൗലാഇ ഷഹീദാ. നബിയെ, നാളെ പരലോകത്ത് അല്ലാഹു എല്ലാ നബിമാരെയും കൊണ്ടുവരുമ്പോ അവരൊക്കെ അവരെ ഏൽപ്പിച്ച ദൗത്യം നിർവഹിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോ അവരുടെയൊക്കെ ആ പ്രവർത്തനത്തിന് സാക്ഷിയായി അങ്ങയെ നമ്മൾ കൊണ്ടുവരുന്ന അവസരം എന്താണ് നബിയേ? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ മനോഹരമായ പരലോകത്തുണ്ടാകുന്ന അനുഭവം ഖുർആൻ പറയുന്നത് കേൾക്കുമ്പോ റസൂലുള്ള പറയാണ്, അബ്ദുല്ലാ മതി മതി, ഇനി എനിക്ക് കേൾക്കാൻ വയ്യ, അത് കേട്ടാൽ എന്റെ ഹൃദയം തകർന്നു പോകുമെന്ന് സയ്യിദുനാ വ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിനെ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട് എന്നാണ് നാളെ പരിഭവം പറയാൻ. ഞാൻ നിങ്ങളോട് ഓരോരുത്തരോടും ചോദിക്കുകയാണ്, ഖുർആൻ കേൾക്കുന്നതിനെ ഉപേക്ഷിക്കരുത്. ആരിൽ നിന്നാണത് കേൾക്കേണ്ടത്? എന്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ കേൾക്കേണ്ടത് ഉമ്മമാരെ നിങ്ങളുടെ ഖിറാഅത്തുൽ ഖുർആനാണ്. ഉപ്പമാരെ നിങ്ങളുടെ ഖിറാഅത്തുൽ ഖുർആനാണ്. ഈ വഅദ് പറയുന്ന എനിക്ക് ധൈര്യസമേതം പറയാൻ കഴിയും. ഞാൻ ചെറുപ്പം മുതലേ എന്റെ വല്യമ്മ ഖുർആൻ ഓതുന്നത് കേട്ടിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ട ഉമ്മ ഖുർആൻ ഓതുന്നത് കേട്ടിട്ടുണ്ട്, ഇപ്പോഴും കേൾക്കാറുണ്ട്. പാപ്പായെ കാണാൻ പോയാൽ, രാവിലെ കാണാൻ പോയാൽ, ചിലപ്പോൾ പിതാവിന്റെ അടുക്കലേക്ക് വല്ല സമയത്തും പോയാൽ അദ്ദേഹം ഖുർആൻ ഓതുന്നത് നമുക്കിപ്പോഴും കാണാൻ കഴിയാറുണ്ട്. അപ്പൊ എന്താണ്? എന്റെ മക്കളും എന്റെ കുടുംബത്തിൽ വളരുന്ന എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളുടെ പേരക്കുട്ടികളും ഞാൻ ഈ പറയുന്നത് പരിശുദ്ധ ഖുർആൻ അവരിൽ നിന്ന് കേൾക്കുന്നുണ്ട് എന്ന സന്തോഷത്തോടെയാണ്. ഇസ്തിമാഉൽ ഖുർആൻ, ഖുർആനിനെ കേൾക്കുക.
ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ, ഉമ്മമാരെ, ഉപ്പമാരെ, നിങ്ങൾ ഖുർആൻ പാരായണം കേൾക്കേണ്ടത് നിങ്ങളുടെ പ്രിയപ്പെട്ട മക്കളുടേതുമാണ്. മക്കള് ഖുർആൻ ഓതുന്നത് കേൾക്കണം. എത്ര നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുമോ അത്രയും നിങ്ങൾ കേൾക്കണം. കേൾക്കണമെങ്കിൽ നിങ്ങളത് അവർക്ക് ചെറുപ്പത്തിൽ പഠിപ്പിക്കണം. പഠിപ്പിച്ചുകൊണ്ട് കേൾക്കണം. റസൂലുള്ള പറയുകയാണ്, അദ്ദിബു ഔലാദകും അലാ സലാസി ഖിസ്വാൽ. 3 കാര്യങ്ങൾ നിങ്ങൾ ചെറുപ്പത്തിലെ മര്യാദയായി മക്കൾക്ക് പഠിപ്പിക്കേണ്ടതാണ്. ഒന്ന് നബിയോടുള്ള സ്നേഹമാണ്, രണ്ടാമത്തേത് നബിയുടെ കുടുംബത്തോടുള്ള സ്നേഹമാണ്, മൂന്നാമത്തേത് വതിലാവത്തുൽ ഖുർആൻ, പരിശുദ്ധ ഖുർആൻ പാരായണമാണ്. പരിഭവിക്കണം. ഇപ്പോൾ തന്നെ നമ്മൾ സാധിച്ചിട്ടില്ല എങ്കിൽ സങ്കടപ്പെടണം. എന്തുകൊണ്ടെന്നാൽ നാളെ ഒരു സമയം നമുക്ക് വരാനുണ്ട് എന്ന് പറയേണ്ടതില്ലല്ലോ. 6 കാലുള്ള മയ്യിത്ത് കട്ടിലേറ്റിയിട്ട് നമ്മളുടെ നാട്ടിലുള്ള പള്ളി ഖബർസ്ഥാനിൽ കൊണ്ടുവന്ന് ഉമ്മയാണെങ്കിലും ഉപ്പയാണെങ്കിലും നമ്മളെ അടക്കം ചെയ്യും. നമ്മൾ ആ ഖബറിന്റെ അകത്താകും. ഭൂമിയുടെ മുകളിൽ നിന്ന് ഭൂമിയുടെ താഴ്ഭാഗത്തേക്ക് നമ്മൾ പോകും. അങ്ങനെ പോയി കഴിഞ്ഞാൽ ആ ഖബറിന്റെ അകത്ത് നമുക്ക് വരുന്ന ഉറവ എന്താണെന്നറിയുമോ? ആ ഖബറിന്റെ അകത്തേക്ക് നമുക്ക് വരുന്ന സാന്ത്വനം, ആ ഖബറിന്റെ അകത്തേക്ക് വരുന്ന സ്വർഗീയാനുഭൂതി, നമ്മൾ ഖുർആൻ ഓതാൻ പരിശീലിപ്പിച്ച, ജീവിതകാലത്ത് നമ്മൾ ഖുർആൻ ഓതാൻ കേട്ട, ഖുർആനോത്ത് കേട്ട നമ്മുടെ പ്രിയപ്പെട്ട മക്കളുണ്ടല്ലോ, ആ മക്കളുടെ യാസീൻ പാരായണമാണ്, ആ മക്കളുടെ ഖുർആൻ ഖത്മ് തീർക്കലാണ്, ആ മക്കൾ മറ്റുള്ളവരെ ഖുർആൻ ഓദിപ്പിക്കലാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾ പരിശീലിപ്പിച്ചിട്ടില്ല എങ്കിൽ, അവർ മൊബൈൽ ഫോണുകളുടെ അടിമകളാണ് എങ്കിൽ, അതിന്റെ അഡിക്ഷനിൽ നിന്നവർക്ക് കണ്ണെടുക്കാൻ കഴിയുന്നില്ല എങ്കിൽ, കാണുന്ന സമയം മുഴുവൻ അവർ ഗെയിമിലാണ്, സാമൂഹ്യ മാധ്യമങ്ങളിലാണ്, ഇൻസ്റ്റഗ്രാമിലാണ്, അവർ അവരുടെ കൂട്ടുകാരൊത്ത് മൊബൈൽ ഫോണിലൂടെ ഇങ്ങനെ സമയം കളയുകയാണ്. ഒരു പ്രതീക്ഷയും നിങ്ങൾക്ക് വേണ്ട പ്രിയപ്പെട്ടവരെ. നിങ്ങളുടെ പ്രിയപ്പെട്ട മക്കളുടെ കൈകളിൽ നിന്ന് നിങ്ങളത് മേടിച്ചു വെച്ചേ മതിയാവൂ എന്ന് ഈ 2 ദിവസമായി കേരള പോലീസ് നിരന്തരമായി അവരുടെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഞാൻ ഈ മുസ്തഫയുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചിങ്ങോട്ട് വരുമ്പോ വെറുതെ ഒന്ന് ഫോൺ എടുത്ത് നോക്കിയപ്പോൾ അതിലും ഒരു ലേഖനം കാണാൻ കഴിയുന്നത്, ഫോണിൽ വന്ന ഒരു ലേഖനം എനിക്ക് കാണാൻ കഴിഞ്ഞതിന്റെ ഹെഡിങ് മാത്രമേ ഞാൻ വായിച്ചുള്ളൂ. നിങ്ങളുടെ മക്കൾ ഫോണിന്റെ അടിമയാണോ എന്നുള്ളതാണ് ആ ചോദ്യം. മക്കള് ഫോണിന്റെ അടിമകളായിട്ട് മാറി. അവർക്കത് ഉപേക്ഷിക്കാൻ കഴിയുന്നില്ല. അവർക്കവരുടെ ക്ലാസ്സുകളോ, അവർക്കവർ പ്രാധാന്യത്തോടെ കാണേണ്ട കാര്യങ്ങളോ, അവർക്കവരുടെ കുടുംബങ്ങളോ, മാതാവിന്റെ മുഖമോ, പ്രിയപ്പെട്ട പിതാവിന്റെ മുഖമോ ഒന്നും അവരുടെ മനസ്സിലില്ല. മനസ്സിന്റെ അകത്ത് സ്ക്രീനുകളിൽ കാണുന്ന സംഗതികൾ മാത്രം. ഏറ്റവും വലിയ അപകടത്തിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ എത്തിയതിന്റെ സൂചനയാണ്. 100% എന്നൊന്നും ഞാൻ പറയുന്നില്ല, മക്കൾ അങ്ങനെ ആയിട്ടുണ്ട്. പക്ഷേ നമ്മളുടെ കൂട്ടത്തിൽ അങ്ങനെയുള്ള മക്കളുണ്ട്. ഈ കഴിഞ്ഞ വർഷത്തിന്റെ തുടക്കത്തിൽ മാതൃഭൂമി പ്രസിദ്ധീകരിച്ച ഒരു എഡിറ്റോറിയൽ എന്റെ ഫോണിലുണ്ട്. എഡിറ്റോറിയലിൽ പറയുന്ന കാര്യം എന്താണ്? കേരളത്തിലെ ഏതാനും ഹോസ്പിറ്റലുകളിൽ നടത്തിയ സർവേ പ്രകാരം കേരളത്തിലെ ശിശുക്ഷേമ വകുപ്പ് അപകടകരമായ ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചതിനെ തുടർന്നാണ് അവർ ആ എഡിറ്റോറിയൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അതിൽ പറയുന്നത് 15,000-ലേറെ കൗമാരപ്രായക്കാർ, 15 വയസ്സിന് താഴെയുള്ള കുട്ടികൾ മൊബൈൽ ഫോണിന്റെ അഡിക്ഷൻ കാരണത്താൽ ഹോസ്പിറ്റലുകളിൽ ചികിത്സ തേടിയെന്ന. അന്ന് ഞാനത് വായിച്ച് പലപ്പോഴും പ്രസംഗിക്കുമ്പോ നമ്മൾക്ക് ഇങ്ങനെ തോന്നുമായിരുന്നു, പടച്ചോനെ അങ്ങനെയൊക്കെ ഉണ്ടോ? കാരണം അതിൽ പറയുന്നത് എന്താ? കഞ്ചാവും ലഹരിയും അതുപോലെ MDMA ഒക്കെ ഉപയോഗിക്കുന്നതിനേക്കാൾ കഠിനമാണ് ഈ 7ലും 8ലും ഒക്കെ പഠിക്കുന്ന ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും മൊബൈൽ അഡിക്ഷൻ കൊണ്ടുള്ള ഇഫക്റ്റുകൾ എന്നുള്ളതാണ്. അതെങ്ങനെയാ തെളിയാന്നാ പറയുന്നത്? കുട്ടികൾ ഗെയിം കളിക്കണം, നിങ്ങൾ അവരുടെ കൈകളിൽ നിന്നത് വാങ്ങുമ്പോ അവർ കോപിക്കുന്നു.
അവർ പിണങ്ങുന്നു, ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല. ക്ലാസുകളിൽ ചെന്നാൽ അവർ ഉറക്കം തൂങ്ങുകയാണ്. അവരുടെ കണ്ണുകളിലേക്ക് ഈ സ്ക്രീനുകളുടെ ലൈറ്റുകൾ ചെന്ന് മനോഹരമായിട്ട് നോക്കാൻ കഴിയുന്ന അവരുടെ കണ്ണുകളുടെ എല്ലാ സൗരഭ്യങ്ങളും ചോർന്നു പോയിരിക്കുന്നു. അവർ മറ്റൊരു ലോകത്ത് ചിന്തയിൽ കഴിഞ്ഞുകൂടുന്നു. കുറേ തെളിവുകൾ അതിലിങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ ഇന്ന് നമ്മൾ അതിൽ സംശയിക്കുന്നില്ല. കാരണം എന്താ? അതിനുശേഷം ഇപ്പോഴുള്ള കാലഘട്ടത്തിൽ നമ്മളുടെ ചുറ്റുപാടുകളിലുള്ള കുട്ടികളെ സംബന്ധിച്ച് അധ്യാപകർ പറയുന്നു, രക്ഷിതാക്കൾ പറയുന്നു, നിങ്ങൾ അങ്ങനെ പറയുന്നവരാവില്ല. കാരണം നമ്മളുടെ കുട്ടികളൊക്കെ ആ വിഷയത്തിൽ സുരക്ഷിതരാണ് എന്നാണ് നമ്മൾ കരുതുന്നത്. പരീക്ഷ അവരെ ബാധിക്കുകയില്ല. പരീക്ഷയൊന്നും അവരുടെ വിഷയമേ അല്ല. അവരുടെ സൗഹൃദങ്ങൾ അവർക്ക് വിഷയമേ അല്ല. ഇനി ആ സൗഹൃദങ്ങൾ പോലും ഇതിന്റെ അടിമകളായിരിക്കുന്ന കുഞ്ഞുങ്ങൾ ഉപയോഗപ്പെടുത്തുന്നത് വളരെ നെഗറ്റീവായ വഴിയിലാണ്. 3 വയസ്സും 5 വയസ്സും 8 വയസ്സും ഒക്കെ ആയ മക്കള് യഥേഷ്ടം അവരുടെ ചിന്തയിൽ വരുന്നതിനനുസരിച്ച് കാര്യങ്ങൾ കണ്ടെത്തുകയാണ്. ഇൻസ്റ്റഗ്രാം എന്ന് പറയുന്ന വേൾഡ് വൈഡ് ആയിരിക്കുന്ന ഏത് ലോകത്തുമുള്ള ഏത് കാര്യത്തെയും കാണാനും ചിന്തിക്കാനും അന്വേഷിക്കാനും കഴിയുന്ന മേഖല ഇവരങ്ങ് രമിക്കാൻ തുടങ്ങുമ്പോ അവരുടെ മനസ്സതിലേക്ക് പോവുകയാണ്. ഞാനും നിങ്ങളത് ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ നമ്മളുടെ പരിഭവത്തിൽ, ഹബീബായ നബിയുടെ പരിഭവത്തിൽ നമ്മൾ ഉണ്ടാവൂലേ? നിങ്ങൾ പറ, ഇന്ന ഹാദൽ ഖൗമി ഇന്ന ഖൗമി ഇത്തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറാ. അതുകൊണ്ട് നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ഖുർആൻ കേൾക്കാൻ തയ്യാറാകണം. ഖുർആൻ കേൾക്കുക എന്ന് പറഞ്ഞാല് ലോകത്ത് ഈ അടുത്ത് ക്രിസ്റ്റീന നെൽസൺ എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യൻ വനിത, അവർ വളരെ വിപുലമായ ഒരു പഠനം നടത്തിയിട്ട് ദ ആർട്ട് ഓഫ് ദി റിസൈറ്റിംഗ് ഖുർആൻ എന്ന പേരിൽ വളരെ പ്രസിദ്ധമായ ഒരു പ്രബന്ധം പ്രസിദ്ധീകരിച്ച് കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിൽ സമർപ്പിച്ചത് നമുക്ക് ഈ അടുത്ത് അതിനെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ വായിക്കാൻ കഴിയും. എന്താ അതിന്റെ അർത്ഥം? ഖുർആൻ പാരായണം ചെയ്യുന്നതിന്റെ കലകളെ സംബന്ധിച്ചാണ്. ഖുർആനിന്റെ റിസൈറ്റിംഗ് ഖുർആൻ, ഖുർആൻ പാരായണം ചെയ്യുന്നതിന്റെ കല. അതിൽ അവർ പറയുന്ന കാര്യം എന്താണ്? ഈജിപ്തിൽ അവർ 2 വർഷം ഇത് പഠിക്കാൻ വേണ്ടി മാത്രം മറ്റൊരു നാട്ടിൽ നിന്ന് മുസ്ലിം അല്ലാത്ത ഒരാള് ഖുർആനെ കുറിച്ച് എന്തൊക്കെ പഠനങ്ങൾ നടന്നിട്ടുണ്ട്, ഇതിന്റെ വ്യാഖ്യാനങ്ങൾ, ഇതിന്റെ വചനങ്ങൾ, ഇതിന്റെ ദൈവിക സൂക്തങ്ങൾ, ഇങ്ങനെ അതിലുള്ള ശാസ്ത്രീയ സത്യങ്ങൾ ഇതൊക്കെ നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ്. എന്നാൽ അതിനപ്പുറത്ത് ഈ സഹോദരി പഠിച്ച കാര്യം എന്താണ്? ഈ ഖുർആനിന്റെ പാരായണം എങ്ങനെയാണ് ഒരു സമൂഹത്തെ സ്വാധീനിച്ചിട്ടുള്ളത്, എങ്ങനെയാണ് അത് മറ്റു വേദഗ്രന്ഥങ്ങളിൽ നിന്ന് ഭിന്നമായിട്ടുള്ളത്, ആ പാരായണത്തിന്റെ സ്വരം, അതിന്റെ മധുരം, ഇതെങ്ങനെയാണ് വ്യതിരക്തമായി നിൽക്കുന്നത്. തന്നെയുമല്ല, അവർ പറയുന്ന കാര്യമാണ്, എവിടെയൊക്കെ ലോകത്ത് മുസ്ലിങ്ങളുണ്ടോ അവിടെയെല്ലാം ഈ ഖുർആനിന്റെ ഘനഗാംഭീര്യമാർന്ന ഈ സ്വരം, അതിന്റെ ആ മധുരം വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട്. തന്നെയുമല്ല, ആ ശൈലി അല്ലാഹുവിൽ നിന്നുള്ളതാണ്. ഓരോ അക്ഷരവും ഉച്ചരിക്കുന്നതിന് പ്രത്യേകമായ ശാസ്ത്രീയമായ സയൻസ് ഉണ്ട്, അല്ലെ? ഖുർആൻ പാരായണ ശാസ്ത്രമുണ്ട്. ഇവരിത് പറയുമ്പോഴാണ് എത്ര മനോഹരമായിട്ടാണ് ഖുർആനിന്റെ വചനങ്ങൾ, അതിന്റെ പാരായണം ഓരോ മനുഷ്യരുടെയും മനസ്സുകളിൽ സ്വാധീനം ചെലുത്തുക എന്ന് ബോധ്യപ്പെടുന്നത്. അതെന്തേ നമ്മളുടെ മനസ്സിൽ ചേക്കേറാത്തത്? ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് പറയുന്നു, നമ്മളുടെ വീടകങ്ങളിൽ, ഈ യൂട്യൂബില്, ഈ സാമൂഹ്യ മാധ്യമങ്ങളില് നമുക്കെന്തേ അത്തരം വചനങ്ങളുടെ പാരായണങ്ങളുടെ സൗന്ദര്യം ആവിഷ്കരിച്ചുകൂടാ? അത് ആസ്വദിച്ചുകൂടാ? അതിനല്ലാഹു കൂലി നൽകില്ലേ? അതിനല്ലാഹു നമ്മളുടെ കൽബിൽ പുതിയ വെളിച്ചം നൽകില്ലേ? അത് കേൾക്കാനും അത് ആസ്വദിക്കാനും അത് വീണ്ടും വീണ്ടും ശ്രവിക്കുവാനുമുള്ള ഒരു മാനസികാവസ്ഥ അല്ലാഹു നമുക്ക് നൽകില്ലേ? അതുകൊണ്ട് ഈ വിഷയത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗം നിങ്ങളോട് ഞാൻ പറയുകയാണ്. നിങ്ങൾ ഖുർആൻ കേൾക്കാൻ പഠിക്കണം. ഞാനും നിങ്ങളും ഭാര്യയിൽ നിന്ന്, ഭർത്താവിൽ നിന്ന്, മാതാപിതാക്കളിൽ നിന്ന്, മക്കളിൽ നിന്ന്, അതിനപ്പുറം ഖുർആൻ സുന്ദരമായി പാരായണം ചെയ്യുന്ന ഖാരിഈങ്ങളിൽ നിന്ന് ഈ വിശുദ്ധമായ വചനങ്ങൾ കേൾക്കാനുള്ള താല്പര്യം നമുക്കുണ്ടാകണം. രണ്ടാമത്തേത് ഹജ്റുൽ ഇൻസാത്ത്.
ആ ഖുർആനിൽ ലയിക്കുക എന്നുള്ളതിനെയാണ് നമ്മൾ ഒഴിവാക്കുന്നത്. ഖുർആനിന്റെ ആശയങ്ങളിൽ ലയിക്കുക അല്ലേ? വഇദാ ഖുരിഅൽ ഖുർആനു ഫസ്തമിഊ ലഹു വഅൻസിതു ലഅല്ലകും തുർഹമൂൻ. ഖുർആൻ എവിടെയെങ്കിലും ഓതപ്പെട്ടാൽ നിങ്ങൾ അതിലേക്ക് ശ്രദ്ധിക്കണേ. വഅൻസിതു ലഹു, ശ്രദ്ധാപൂർവം നിങ്ങൾ അതിലേക്ക് ലയിച്ചു ചേരണേ. അതാണ് ഖുർആനിന്റെ വലിയ ശക്തി എന്ന് പറയുന്നത്. കോഴിക്കോട് കടപ്പുറത്ത് ഇതിന്റെ ഒരു ഭാഷ ഒന്ന് കുറച്ചും രസമുണ്ടാവും. പ്രയാസപ്പെടരുത്. കോഴിക്കോട് കടപ്പുറത്ത് അതൊന്ന് കൂട്ടും ചെയ്തോളൂ. സാധാരണ പതുക്കെ പറഞ്ഞാണ്. ഇപ്പൊ അങ്ങോട്ട് ഇറങ്ങി നിങ്ങൾ കയറി വരും പറയുമ്പോഴേക്കും അതിന് സമയം കളയണ്ട. അപ്പോ കോഴിക്കോട് കടപ്പുറത്ത് നമ്മളുടെ ഒരു സഹോദരൻ, ഒരു ഫൈളിയായ ഒരു പണ്ഡിതൻ കോഴിക്കോട് കടപ്പുറത്തിരിക്കുകയാണ്. ഒരു സൂര്യൻ അസ്തമിക്കാൻ ഇങ്ങനെ ആയിരിക്കും. ആ സമയത്ത് തൊട്ടടുക്കൽ ഒരാൾ വന്നിരുന്നു. അയാളോട് ചോദിച്ചു, നിങ്ങൾ എവിടുത്തുകാരനാണ്? രണ്ടാളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ചിരിച്ചാല് തന്നെ ഒരു മനസ്സൊന്ന് വിശാലാവുമല്ലോ. അയാൾ പറഞ്ഞു, ഞാൻ കോട്ടയത്തുകാരനാണ്. നിങ്ങൾ ഈ കോഴിക്കോട് എന്തു ചെയ്യുന്നു? അയാൾ പറഞ്ഞു, ഞാൻ ഈ കോഴിക്കോട് ഒരു ജ്വല്ലറി നടത്തുന്നു. അപ്പൊ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ചില ആൾക്കാരുണ്ടാവില്ല, ഇവിടുന്ന് വെറുതെ ഒന്ന് തിരൂരിക്ക് ബസ് കയറിയതായിരിക്കും. തിരൂരെത്തുമ്പോഴേക്ക് ഓരോരു കല്യാണം ഉറപ്പിച്ചിട്ടുണ്ടാവും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്തമാനം പറയുന്ന ചില സ്വഭാവക്കാരുണ്ടാവും നമുക്കിടയിൽ. നല്ല സ്വഭാവം തന്നെയാണ്, മോശമെന്ന് ഞാൻ പറയുന്നത്. അങ്ങനെ ഈ ഫൈലിയും അതിന്റെ അപ്പുറത്തുള്ള ആളും ഇപ്പുറത്തുള്ള ആളും ഭയങ്കരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു. അപ്പൊ ഈ ഫൈസിയായ പണ്ഡിതൻ ഈ കോട്ടയത്തുകാരനായ ക്രൈസ്തവനായ സഹോദരനോട് ചോദിച്ചു, ഇവിടെ ആരൊക്കെയുള്ളത്? നിങ്ങൾ ഈ കോഴിക്കോട് താമസിക്കുകയാണല്ലോ, ഇവിടെ ആരൊക്കെയുള്ളത്? അപ്പൊ അയാൾ പറഞ്ഞു, ഇവിടെ എൻ്റെ ഭാര്യയുണ്ട്, എൻ്റെ മക്കളുണ്ട്. അപ്പൊ ചോദിച്ചു, നിങ്ങളുടെ അമ്മ എവിടെയാണ്? അമ്മ നാട്ടിലാണ്. എന്താ അമ്മ ഇവിടെ വരാത്തത്? എൻ്റെ ഭാര്യയും അമ്മയും തമ്മിൽ ഭയങ്കര തർക്കാണെന്ന് പറഞ്ഞിട്ട് ഈ കോട്ടയത്തുള്ള സഹോദരൻ അമ്മയെ കുറിച്ച് കുറേ ആക്ഷേപങ്ങൾ പറഞ്ഞു. അപ്പൊ ഈ ഫൈസി പറഞ്ഞു, എന്നാ ഞങ്ങൾക്കത് പാടില്ല കേട്ടോ. അതെന്താ? ഖുർആനിൽ അത് അരുത് എന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. കോഴിക്കോട് കടപ്പുറാണ്. തിരമാല ഇങ്ങനെ ആഞ്ഞടിക്കുന്നുണ്ട്, സൂര്യൻ അസ്തമിക്കാൻ പോവുകയാണ്. അപ്പൊ ഈ കോട്ടയത്തുകാരൻ ചോദിച്ചു, അതെന്താ, എന്താണ് ഖുർആനിൽ അത് പറഞ്ഞിട്ടുള്ളത്? അപ്പൊ ഇയാളൊന്നും കൂടി അടുത്തേക്ക് ഇരുന്നിട്ടോ, ഞാൻ നിങ്ങൾക്ക് ഓതി തരട്ടെ. അതെ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഖളാ റബ്ബുക അല്ലാ തഅബുദൂ ഇല്ലാ ഇയ്യാഹ് വബിൽ വാലിദൈനി ഇഹ്സാനാ ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫിൻ വലാ തൻഹറുഹുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമാ വഖ്ഫിദ് ലഹുമാ ജനാഹൽ ദുല്ലി മിനർ റഹ്മ വഖുർ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. ഇതിങ്ങനെ ഓതി കേൾപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, അവർക്ക് രണ്ടുപേർക്കും വാർദ്ധക്യം എത്തിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവരിൽപ്പെട്ട ഏതെങ്കിലും ഒരാൾക്ക് പ്രായമായി മാറിക്കഴിഞ്ഞാൽ, അവരുടെ ഭാവങ്ങളിൽ നിന്ന് അവരുടെ പ്രവർത്തനങ്ങളിൽ നിങ്ങൾക്ക് വിഷമമുണ്ടാകുമ്പോ അവരോട് നിങ്ങൾ ഉഫിൻ ചേ എന്ന് പറയാൻ പാടില്ല. നിങ്ങൾ അവരോട് മാന്യമായി സംസാരിക്കണം. നിങ്ങൾ അവരോട് കാരുണ്യത്തോടെ പെരുമാറണം. നിങ്ങൾ കാരുണ്യത്തിന്റെ ചിറകുകൾ അവർക്ക് താഴ്ത്തിയിട്ട് കൊടുക്കണം. എല്ലാം കഴിഞ്ഞാലും നിങ്ങളുടെ ബാധ്യത അവസാനിക്കുന്നില്ല. നിങ്ങൾ അല്ലാഹുവിനോട് അവർക്ക് വേണ്ടി ദുആ ചെയ്യണം. വഖുർ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. അല്ലാഹുവേ, പടച്ചവനെ, ഈ മാതാവിനും പിതാവിനും നീ കാരുണ്യം ചൊരിയണമേ എന്ന് പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണമെന്നുകൂടി ഖുർആനിന്റെ ഈ വചനം അങ്ങ് കേൾപ്പിച്ചു കൊടുത്തപ്പോൾ അയാൾ പറഞ്ഞു, ഇനിയും അങ്ങനെ വല്ലതുണ്ടോ? അയാൾ അടുത്ത വചനം ഓതി. ഫൈസി,
ഇനിയും അങ്ങനെ വല്ലതുണ്ടോ? നിങ്ങൾ എൻ്റെ വീട്ടിലേക്കൊന്ന് വരുമോ? ഇനി ഇപ്പൊ സമയമല്ല, നാളെ വരാം. പിറ്റേ ദിവസമായി ഇയാളും ഭാര്യയും വീട്ടിൽ കാത്തിരിക്കുന്നു. അവരുടെ മുമ്പിൽ ഇത് ഓതിക്കൊടുത്തു. ആ ഭാര്യയും കേട്ടു, ഇയാളും കേട്ടു, മക്കളും കേട്ടു. അവർക്ക് അമ്മയെ കാണണമെന്നായി. അമ്മയെ കാണാൻ നിങ്ങൾ കോട്ടയത്ത് വരുന്നോ എന്ന് ചോദിച്ചു. അങ്ങനെ ഒരു ദിവസം തീരുമാനിച്ച് ഈ സഹോദരന്റെ കൂടെ ഈ ഫൈസിയായ പണ്ഡിതനും കൂടെ കോട്ടയത്തേക്ക് പോയി. അമ്മയെ കണ്ടു. അമ്മയുടെ കൺമുമ്പിൽ അവർ പൊട്ടിക്കരഞ്ഞു. അമ്മ അവരെ ചേർത്ത് പിടിച്ചു. ഈ ഫൈദിയായ പണ്ഡിതന്റെ ഖുർആൻ പാരായണം ആ അമ്മയും കൂടെ കേട്ടു. ഏതാനും സമയമേ വേണ്ടി വന്നുള്ളൂ, ഏതാനും കാലമേ കാത്തിരിക്കേണ്ടി വന്നുള്ളൂ. ആ കുടുംബം ലോകത്തിന്റെ മുമ്പിൽ ഒരു സത്യം വിളംബരം ചെയ്തു. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇതാണ് ഖുർആനിന്റെ ലയമെന്ന് പറയുന്നത്. അത് കേൾക്കുന്നവരുടെ മനസ്സിൽ ഈമാനികമായ ചൈതന്യം വരികയാണ്. അതിനത് പാരായണം ചെയ്യുന്നവരുടെ ഹൃദയാന്തർഭാഗങ്ങളിൽ ചലനമുണ്ടാക്കുന്ന വിശുദ്ധ ഖുർആനിന്റെ പാരായണം ചെയ്യാൻ, അത് ഖിറാഅത്ത് ചെയ്യാൻ നമുക്ക് സാധ്യമാകണം. ഇത് സാധ്യമാകുന്നുണ്ടോ? മാറ്റങ്ങൾ വരാറുണ്ടോ? ഇല്ലെങ്കിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ പരിധിയിൽ, ആ പരിഭവത്തിൽ നമ്മൾ ഉൾപ്പെടുകയില്ലേ പ്രിയപ്പെട്ടവരെ? അപ്പൊ നമ്മൾ കരുതും ഇപ്പൊ കോഴിക്കോട് കടപ്പുറത്ത് ഏതോ ഒരാള്. അല്ല, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിശുദ്ധ ഖുർആൻ പാരായണം കേട്ട് ജനങ്ങളൊക്കെ ഇങ്ങനെ അംഗീകരിക്കുമ്പോൾ ഖുറൈശികളുടെ ഏറ്റവും വലിയ ശ്രമമായിരുന്നു എങ്ങനെയെങ്കിലും ഈ മുഹമ്മദ് നബിയെ ഖുർആനിൽ നിന്ന് അകറ്റിക്കളയണം. ഇന്ന് നമ്മളുടെ ഇടയിലുള്ള ശ്രമം അതന്നെയല്ലേ? ഞാനതിലേക്ക് വല്ലാതെ കടക്കുന്നില്ല, കഥ പറയണം എന്നുള്ളത് കൊണ്ട്. അങ്ങനെ അവർ പല കാര്യങ്ങളും ആസൂത്രണം ചെയ്യുന്നു. ഒരു കാര്യം, അവർക്കിടയിലെ വളരെ പ്രഗത്ഭനായിരുന്നു ഇയാൾ വലിയ VIP ആണ്. നന്നായി സംസാരിക്കാൻ കഴിയുന്ന ആളാണ്, തന്റെ ഇടമുള്ള ആളാണ്. ഇയാള് ഖുറൈശികളോട് ചർച്ചയിൽ പറയാണ്, ഓ ഖുറൈശികളെ, ഒരു കാര്യം ചെയ്യാം. ഞാൻ മുഹമ്മദിന്റെ അടുക്കലേക്ക് ചെല്ലാം, എന്നിട്ട് ഞാൻ അവനോടൊന്ന് സംസാരിക്കാം. എന്നിട്ട് ഈ ഖുർആൻ ഓതുന്നതിൽ നിന്ന് ഞാൻ അവനെ പിന്തിരിപ്പിക്കാം. നിങ്ങൾ ഞാൻ പറയുന്നത് നോക്കിക്കോ. അങ്ങനെ ഈ ഉത്ബത്തുബ്നു റബീഅ അല്ലാഹുവിന്റെ ഹബീബിന്റെ അടുക്കലേക്ക് ചെന്ന് ഹബീബായ റസൂലുള്ളാഹിയോട് വല്ലാതെ വിമർശിച്ച് സംസാരിക്കുകയാണ്. മുഹമ്മദേ, നിന്റെ ആവശ്യം എന്താണ്? നിനക്കിപ്പോ ഞങ്ങളുടെ നാട്ടിലെ കൂട്ടത്തിലെ ഏറ്റവും വലിയ സമ്പന്നനാകാൻ ആഗ്രഹമുണ്ട്. ഞങ്ങളെല്ലാവരും ഞങ്ങളെ കൊണ്ട് കഴിയുന്ന ഒരു ഫണ്ട് നിക്ഷേപിച്ച് നിനക്കത് തരാം. നിന്റെ ആഗ്രഹം നടത്തും. ഇനി ഞങ്ങളുടെ രാജാവായി, അധികാരിയായി, അവസാന വാക്കായി നിനക്ക് നിൽക്കണോ? ഞങ്ങൾ തയ്യാറാണ്. നീ ഈ പണി ഒന്ന് നിർത്തിപ്പോയാൽ മതി, ഞങ്ങൾ നിന്നെ രാജാവാക്കാം. ഇനി അതല്ല, വേറെ വല്ല സ്ത്രീയെ വിവാഹം കഴിക്കാനോ വേറെ എന്തെങ്കിലും ആഗ്രഹം. ഇനി അതല്ല, നിനക്കിതൊരു മാനസിക പ്രശ്നമാണോ? നബിയോട് ചോദിക്കാൻ, നിനക്കിത് വല്ല മാനസിക പ്രശ്നമാണോ? ഏറ്റവും നല്ല ഭിഷഗ്വരനെ കൊണ്ടുവന്ന് നിന്നെ ചികിത്സിക്കാം. ഇത് കേട്ടപ്പോൾ അവിടുന്ന് പറയുകയാണ്, റസൂലുള്ള ചോദിച്ചു, ഖാല അഫറഗ്ത യാ അബൽ വലീദ്. റബിയ, വലീദിന്റെ ഉപ്പ, നിങ്ങൾക്ക് പറയാനുള്ളത് കഴിഞ്ഞു. എങ്കിലിനി ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കൂ. ഹബീബ് കണ്ണടച്ചു. എന്നിട്ട് അവിടുത്തെ ചുണ്ടിൽ നിന്ന് വിശുദ്ധ ഖുർആനിന്റെ മധുരമായ സ്വരങ്ങൾ മുഴങ്ങുകയാണ്. ഹമീം തൻസീലും മിർ റബ്ബിൽ ആലമീൻ എന്നിങ്ങനെ പറഞ്ഞ് പരിശുദ്ധ ഖുർആൻ ഇങ്ങനെ പാരായണം ചെയ്യുമ്പോ ഉത്ബ ഇങ്ങനെ അതിൽ ലയിച്ചു നിൽക്കുകയാണ്. ഉത്ബക്ക് എന്തു പറയണമെന്നറിയുന്നില്ല. എന്തൊരു വാക്കുകൾ! നമ്മളെ അല്ലാഹു സമദ്, യാസീൻ വൽ ഖുർആൻ ഹകീം ഓതണ പോലെ അല്ല ഖുർആൻ ഓതേണ്ടത്. അതാണ് മൂന്നാമത്തെ ഒരു കാര്യമുള്ളത്, ഹജ്റുത്തിലാവ. ഖുർആൻ എങ്ങനെ ഓതണം എന്നുള്ളതിനെ നമ്മൾ ഉപേക്ഷിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഖുർആൻ ഓതേണ്ടത്? ഖുർആൻ ഓതണമെങ്കിൽ അതിന് നമ്മൾ പാലിക്കേണ്ട മര്യാദകളുണ്ട്. എന്താണത്? ആ ഭാഷ നമ്മൾ കൃത്യമായി പഠിക്കണം. അതിനാണ് മദ്രസകളുള്ളത്.
നിങ്ങൾ ഇവിടെ വന്ന ഈ നമ്മളുടെ നാട്ടിലേക്ക് വന്ന ഈ ഉത്തരേന്ത്യയിൽ നിന്ന് വന്ന തൊഴിലാളികളൊക്കെ മലയാളം പറയുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ? എങ്ങനെയായിരിക്കും? കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു അസ്വസ്ഥതയാണ് അല്ലേ? അതുപോലെ തന്നെ നമ്മളുടെ നാട്ടിലൊക്കെ ഉണ്ട് ചില പിന്നെ മലയാളികളല്ലാത്ത, ഞാൻ ഉദാഹരണമൊന്നും പറയുന്നില്ല, രാഷ്ട്രീയ നേതാക്കൾ മലയാളം പറയുമ്പോൾ അവരുടെ ആ മലയാളം ലാംഗ്വേജിൽ നമുക്കൊരു അസ്വസ്ഥത തോന്നും. കൃത്യമായിട്ട് പഠിച്ചാൽ, മലയാളം അക്ഷരം പഠിച്ചാൽ, അതിന്റെ ഉച്ചാരണം പഠിച്ചാൽ പിന്നെ ആ പ്രശ്നം വരൂല. നമ്മളുടെ നാട് ഈ അറബി ഭാഷ പഠിക്കാൻ ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു നാടാണ്. അങ്ങനെയുള്ള നമ്മളുടെയൊക്കെ ഭാഗ്യം എന്ന് പറഞ്ഞാൽ നമ്മളത് പഠിച്ചവനാണ് എന്നുള്ളതാണ്. പക്ഷേ എനിക്ക് പലപ്പോഴും തോന്നുന്ന കാര്യം, പുതിയ തലമുറയെ നമ്മൾ അറബി ഭാഷ പഠിപ്പിക്കാറുണ്ടോ എന്നുള്ളതാണ്. പലരും ചോദിക്കും, 5ാം ക്ലാസ് കഴിഞ്ഞിട്ട് പിന്നെ എന്തിനാ മദ്രസയിൽ പോകുന്നത്? എന്തിനാണ് മദ്രസയിൽ +1 +2? അതുകൊണ്ടുണ്ടാകുന്ന ഏറ്റവും വലിയ ഗുണം ഇൽമ്, ഖുർആൻ, ഇബാദത്ത്, തഖ്വ, ഇതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ നമുക്ക് വർദ്ധിക്കും എന്നുള്ളതിനേക്കാൾ ഉപരിയായി അറബി ഭാഷയോട്, ഖുർആൻ പാരായണത്തോട് ഒന്നുകൂടെ അടുക്കാനും അത് സരളമായി ചെയ്യാനും നമ്മളുടെ മക്കൾക്ക് അതിലൂടെ സാധ്യമാകുന്നു എന്നുള്ളതാണ്. അറബി ഭാഷ പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും പഴയ ഭാഷകളിലൊന്നാണ്. ലോകത്തെ എത്ര ഭാഷ ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കിയത്? 7100 ഭാഷകൾ ലോകത്തുണ്ട്. അതിൽ 450 മില്യൺ ജനങ്ങൾ സംസാരിക്കുന്ന ഭാഷയാണ് അറബി ഭാഷ. 24 രാജ്യങ്ങളുടെ ഔദ്യോഗിക ഭാഷയാണത്. ലോകരാഷ്ട്രസഭ അംഗീകരിച്ച ഇംഗ്ലീഷ്, ഫ്രഞ്ച്, റഷ്യൻ, ചൈനീസ്, സ്പാനിഷ് എന്നിവയോടൊപ്പം ലോകത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായ ഭാഷയാണ് അറബി ഭാഷ. പിന്നെന്താണ്? സത്യവിശ്വാസികളായ നമ്മൾ എന്തിനാണ് അതിൽ പുറംതെറിഞ്ഞു നിൽക്കുന്നത്? അത് പഠിക്കണം നമ്മൾ. അതിന്റെ ഉച്ചാരണം, അറബി ഭാഷയുടെ അക്ഷരങ്ങൾ ഉച്ചരിച്ച് പഠിച്ചാലേ നമുക്ക് ഖുർആൻ ഓതാൻ കഴിയും അല്ലേ? ചെറുപ്പം മുതൽ എന്താണ്? നമ്മളുടെ ഈ തൊണ്ടയിൽ നിന്ന്, ഹൽക്കിൽ നിന്ന് 6 അക്ഷരങ്ങൾ വരുന്നുണ്ട് എന്നുള്ളതാണ്. ഐന് വരുന്നുണ്ട്, ഗൈന് വരുന്നുണ്ട്, ഹാ വരുന്നുണ്ട്, ഖാ വരുന്നുണ്ട്. അത് ചെറുപ്പത്തിലെ ഉസ്താദുമാരുടെ ആ മദ്രസയിൽ നിന്ന് നമ്മൾ പഠിക്കണം. നമ്മളുടെ മക്കളെ പഠിപ്പിക്കണം, മദ്രസയിലേക്ക് പറഞ്ഞേക്കണം. നമ്മളും അതിങ്ങനെ പരിശീലിച്ച് പരിശുദ്ധ ഖുർആൻ, ഇനി അഥവാ അതിലെന്തെങ്കിലും കൺഫ്യൂഷനുകളോ എന്തെങ്കിലും ആശങ്കകളോ ഉണ്ട് എങ്കിൽ നമ്മളുടെ കൈവശമുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് അതിന്റെ ഉച്ചാരണങ്ങളെ വൃത്തിയാക്കുവാൻ നമുക്ക് സാധ്യമാകണം. ഞാൻ അതിന്റെ ഭാഷയുടെ പ്രത്യേക സംഗതിയിലേക്കൊന്നും പോകുന്നില്ല. ലോകത്ത് ഏറ്റവും കൂടുതൽ പദങ്ങളുള്ള ഭാഷ അറബി ഭാഷയാണ്. 12 ലക്ഷത്തോളം വരുന്ന പദങ്ങൾ, അതിലേറെയുള്ള പദങ്ങൾ അറബി ഭാഷയിലുണ്ട്. ഇംഗ്ലീഷിൽ മാക്സിമം 6 ലക്ഷം ഭാഷയേ ഉള്ളൂ. ഓക്സ്ഫോർഡ് ഡിക്ഷണറിയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഏകദേശം 1,70,000 അതിൽ ചില്ലാനമോ വാക്കുകളാണ്. മാക്സിമം അതിൽ ഇന്നിങ്ങനെ പുതുതായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ശാസ്ത്രീയമായ വാക്കുകളെല്ലാം കൂടെ ചേർത്താൽ മാക്സിമം അതിൽ കാണാൻ കഴിയുന്നത് 6 ലക്ഷം വാക്കുകളാണ്. ബാക്കിയൊക്കെ അതിന്റെ താഴെയാണ്. ഇങ്ങനെ ഏറ്റവും സമ്പന്നമായ, സുന്ദരമായ, കൽബിന്റെ ഭാഷയായ ഈ വിശുദ്ധമായ അറബിയെ സ്നേഹിക്കാനും അതിനെ പഠിക്കാനും അതിനോട് വലിയ ഇഷ്ടം കാണിക്കാനും ഉമ്മമാരെ നമുക്ക് സാധ്യമാകണം. നമ്മൾ ഇംഗ്ലീഷ് മീഡിയത്തിലേക്ക് പറഞ്ഞയച്ച് അല്ലെങ്കിൽ അവരുടെ മദ്രസ പഠനം അവസാനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കുണ്ടാകുന്ന നഷ്ടങ്ങളിൽ കുറേ നഷ്ടങ്ങളിലൊന്ന് ഈ ഖുർആനിന്റെ ഭാഷ നമ്മളിൽ നിന്ന് പോകുന്നുള്ളതാണ്. അപ്പൊ അല്ലാഹുവിന്റെ റസൂല് പരിഭവം പറയുമ്പോ നിശ്ചയമായിട്ടും എന്റെ ഈ സമുദായം ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറാ. അപ്പൊ ഞാൻ പറഞ്ഞത് അത് തിലാവത്ത് ചെയ്യുക, അത് പാരായണം ചെയ്യുക. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ ആ മനുഷ്യനങ്ങ് സുജൂദ് ചെയ്തു പോയി. നിഷേധിയായ മുശ്രിക്കായ ഉത്ബത്തുൻ റബീഅ സുജൂദ് ചെയ്തു പോയി. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ ഒന്നും പറയാനില്ലാതെ അയാൾ തിരിച്ചു പോവുകയാണ്. ആളുകൾക്കിടയിൽ പോയിട്ട് അയാൾ പറയുകയാണ്, ഒരിക്കലും മുഹമ്മദ് പറയുന്നത് ഒരു ജ്യോത്സ്യമല്ല, ഒരിക്കലും ഒരു ജാലവിദ്യയല്ല.
എന്തെല്ലാം അത്ഭുതമാണ് മുഹമ്മദ് ആ വചനങ്ങളിൽ പറയുന്നത്, എന്തെല്ലാം കാര്യമാണ് മുഹമ്മദ് ആ വചനങ്ങളിൽ പറയുന്നത്. അതുകൊണ്ട് ഞാൻ ആ വചനങ്ങളെ കളവാക്കുന്നില്ല. ഇനി മുഹമ്മദ് നബിയോട് ഞാൻ സംസാരിക്കാൻ പോകുന്നില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നിഷേധിയായി മരണപ്പെട്ടുവെങ്കിലും ഉത്ബത്ത് ബിൻ റബീഅ പരിശുദ്ധ ഖുർആനിനെ അംഗീകരിക്കുന്ന നമുക്ക് കാണുവാൻ കഴിയും. അപ്പൊ ഖുർആനിനെ ഉപേക്ഷിക്കുന്നവരായി, അത് കേൾക്കുന്നവർ, അതിൽ ലയിക്കുന്നവർ, അതിൽ പാരായണം ചെയ്യുന്നവരായി നമുക്ക് മാറാൻ കഴിയണം. നമുക്കതിന്റെ പ്രതിഫലം നേടുവാൻ കഴിയണം. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അങ്ങനെയാകുമ്പോഴാണ് ഖുർആനിന്റെ സംരക്ഷണത്തിൽ നമുക്ക് പങ്കാളിത്തം വഹിക്കാൻ കഴിയുകയുള്ളൂ. അല്ലാഹു തആല ഖുർആനിനെ അങ്ങ് സംരക്ഷിക്കുക എന്ന് പറഞ്ഞാല് അതിനെ അവൻ നോക്കിക്കോളും എന്ന് വിചാരിച്ചിട്ടല്ല നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. അത് അല്ലാഹു പലരിലൂടെയുമാണ് ലോകത്ത് സംരക്ഷിച്ചത്. ഒന്നാമതായിട്ട് ആരിലൂടെ? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. നിങ്ങളെ ഉറക്ക സ്വലാത്ത് ചൊല്ലൂ, മുഹമ്മദ് മുസ്തഫ. ഒന്നാവേശത്തോടെ മുഴുവൻ ആളുകളും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ റസൂലുള്ളാഹി തങ്ങൾ ഖുർആൻ ഓതി അത് സ്വഹാബികളെ കേൾപ്പിച്ചു. അത് നിരന്തരമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. ഖുർആൻ ഓതാനും ഖുർആൻ കേൾക്കാനും ഖുർആനിൽ ലയിക്കാനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രോത്സാഹിപ്പിച്ചു. ഖൈറുകും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ. നിങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല ആളുകൾ ഖുർആൻ പഠിച്ചവരും അത് പഠിപ്പിക്കുന്നവരുമാണ്. മജ്തമഅ ഖൗമുൻ ഫീ ബുയൂത്തില്ലാഹ് അല്ലാഹുവിന്റെ ഭവനങ്ങളിലെ ഏതെങ്കിലും ഒരു ഭവനത്തിൽ ഏതെങ്കിലും ഒരാൾ ഒരുമിച്ച് കൂടിയാൽ, ഒരാൾ കൂട്ടം ഒരുമിച്ച് കൂടിയാൽ അവരുടെ പണി എന്താണ്? യത്ലൂന കിതാബല്ലാഹ്, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഗ്രന്ഥത്തെ അവർ ഓതുന്നു, അതിനെ അവർ പരസ്പരം പഠിപ്പിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഒരു പള്ളിയിൽ ഖുർആൻ ഓതിക്കൊണ്ട് ആളുകൾ ഇരിക്കുമ്പോ, നിങ്ങളുടെ നാട്ടിലെ ഒരു മദ്രസയില് രാവിലെ പരിശുദ്ധ ഖുർആൻ നിങ്ങളുടെ പിഞ്ചുമക്കൾ ഓതുമ്പോ, ആ മക്കൾക്ക് ഉസ്താദുമാർ അത് പകർന്നു കൊടുക്കുമ്പോ ഈ നാട്ടിൽ സംഭവിക്കുന്ന മാറ്റം എന്താണെന്നറിയോ? ഇല്ലാ നസലത്ത് അലൈഹിമുസ് സകീന, അല്ലാഹു അവരുടെ മേലിൽ വലിയ ഒരു സമാധാനം അങ്ങ് വർഷിപ്പിച്ചു കൊടുക്കും. വഗശിയത്തുഹുമുർ റഹ്മാ, അല്ലാഹുവിന്റെ കാരുണ്യം അവരെ പൊതിയുന്നതാണ്. വഹഫത്തുഹുമുൽ മലായിക, അല്ലാഹുവിന്റെ മലക്കുകൾ അവരെ വന്ന് മൂടുന്നതാണ്. പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ഖുദ്സിയായ ഹദീസിലൂടെ, അഥവാ അല്ലാഹു പറയുന്നതായി റസൂലുള്ള പറയുകയാണ്, മൻ ശഗലഹുൽ ഖുർആനു അൻ മസ്അലതി, ഒരാൾ എന്നോട് ദുആ ചെയ്യുന്നതിന് പകരം അയാൾ ഇങ്ങനെ ഖുർആൻ ഓതുകയാണ് ചെയ്തത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എല്ലാവരും ആമീൻ പറയാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നിങ്ങൾ സത്യസന്ധമായിട്ട് പറയൂ, ഒരാഴ്ചയിൽ എത്ര ദിവസങ്ങളിൽ നമ്മൾ ഖുർആൻ ഓതാറുണ്ട്? മനസ്സിനോട് ചോദിച്ചാൽ മതി. സത്യസന്ധമായിട്ട് ഒരാഴ്ചയിൽ എത്ര തവണ, ഏത് സമയമാണ് പരിശുദ്ധ ഖുർആൻ ഓതാൻ നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്? വളരെ ഗൗരവമാണ്. ഞാൻ നിങ്ങളോട് പറയുന്നു, നമ്മളൊക്കെ അള്ളാഹുവിൻ്റെ അഹ്ലുകാരാണ്, അള്ളാഹുവിൻ്റെ ആളുകളാണ്, ഖുർആനിൻ്റെ ആളുകളാണ് എന്ന് പറഞ്ഞിട്ട് അള്ളാഹു നിങ്ങൾ ദ്വാരക്കുന്നേക്കാളും എന്നോടൊരു കാര്യം തേടുന്നതിനേക്കാളും നിങ്ങൾക്ക് ഖുർആൻ ഓതിയാൽ ഞാനിതാ പ്രതിഫലം നൽകുന്നു പറഞ്ഞാൽ എന്തേ നമുക്കതിനു വേണ്ടി അങ്ങോട്ട് സമയം മാറ്റിവെച്ചാൽ എന്തേ പ്രശ്നം? എന്തൊക്കെ കാര്യങ്ങൾക്ക് നമ്മൾ സമയം മാറ്റി വെക്കാറുണ്ട്. നിങ്ങൾക്ക് ഉറക്കം വരുന്നുണ്ടോ? ഉറക്കം വരുന്നുണ്ടോ? ചെറുതായിട്ട്. ഞാൻ പ്രസംഗം തുടങ്ങിയിട്ട് എത്ര നേരമായി? അരമണിക്കൂറായോ? ഉസ്താദ്മാർക്ക് അറിയോ എത്ര നേരമായി? 3/4 മണിക്കൂർ. അതായത് 9 മണിക്കാണ് ഞാൻ തുടങ്ങിയത്. ആണോ? 9 മണിക്കാണ് തുടങ്ങിയത്. ആർക്കെങ്കിലും പറയാൻ കഴിയും ഞാൻ 9 മണിക്കാണ് തുടങ്ങിയത്? തങ്ങളെ 9 മണിക്ക് തുടങ്ങിയത്? 8:45 തുടങ്ങിയിട്ടില്ലേ? ഞാൻ ആ പ്രതീക്ഷയിലാണ് ചോദിച്ചത്. ഞാൻ 8:45 തുടങ്ങിയിട്ടുണ്ടെന്നുള്ള പ്രതീക്ഷയിലാണ് ചോദിച്ചത്. 1 മണിക്കൂറായില്ല പ്രസംഗം തുടങ്ങിയിട്ട്. നിങ്ങൾ വെറുതെ സമ്മതിക്കണ്ട, ഉറപ്പിച്ചാൽ മതി. മൈക്കക്കാരൻ പോവുകയും ചെയ്തു അല്ലേ? അല്ല, നിങ്ങളെ മൈക്കക്കാരൻ 1 മണിക്കൂറായ പ്രസംഗം തുടങ്ങിയിട്ട്? ലൈവ് വരാൻ 1 മണിക്കൂറായില്ലേ? അൽഹംദുലില്ലാഹ്. അപ്പോൾ 3/4 മണിക്കൂർ നമ്മൾ
എന്നെ കൊണ്ട് കൂടുതൽ പ്രസംഗിപ്പിക്കാനുള്ള പരിപാടിയൊന്നും തോന്നുന്നു. നമുക്കൊന്ന് എഴുന്നേറ്റ് ഒരു സ്വലാത്തൊക്കെ ചൊല്ലിയാൽ. ഒന്ന് എഴുന്നേറ്റ് നിൽക്കുക എല്ലാവരും, സഹോദരിമാരൊക്കെ ഒന്ന് ഉഷാറായി. അശ്റഖൽ ബദ്റു അലൈനാ ഫഖ്തഫത് മിൻഹുൽ ബുദൂറു മിസ്ല ഹുസ്നിക മാ റഅയ്നാ ഖത്തു യാ വജ്ഹ സുറൂരി യാ നബി അലൈക്കും യാ റസൂൽ സലാം അലൈക്കും യാ ഹബീബ് സലാം അലൈക്കും സ്വലവാതുല്ലാഹ് അലൈക്കും അന്ത ശംസുൻ അന്ത ബാദ്റു അന്ത നൂറും ഫൗക നൂരി അന്ത ഇക്സീറും വഗാലി അന്ത മിസ്ബാഹു സുദൂരി യാ നബി. അൽഹംദുലില്ലാ, ഉറക്കു അശ്രദ്ധയ്ക്ക് പോയ ആൾക്കാർ അവിടെ തന്നെ ഇരിക്കും. അള്ളാഹു സ്വീകരിക്കട്ടെ. ഇൻഷാ അല്ലാഹ് ഞങ്ങളുടെ അടുക്കലേക്ക് ബക്കറ്റുമായിട്ട് നമ്മുടെ സംഘാടകരൊന്ന് വരുന്നുണ്ട്. നല്ലൊരു സ്വതക്ക. അല്ലാഹുവേ, എന്ത് ഹലാലായ നിയ്യത്തോടെയാണോ ആ ബക്കറ്റിലേക്ക് മുഅ്മിനീങ്ങൾ സ്വതക്ക ചെയ്യുന്നത്, ആ സ്വതക്കകളുടെ പിറകിലുള്ള മുറാദുകളെ നീ ഹാസിലാക്കണേ അല്ലാഹ്. എല്ലാരും ആമീൻ പറയാം. അല്ലാഹുവേ, നീ ഹാസിലാക്കണേ തമ്പുരാനെ. ആ ബക്കറ്റുമായിട്ടൊന്ന് ചെല്ലും. നല്ലൊരു സ്വതക്ക. നാളെ വരുന്ന സമയത്ത് ആ ബക്കറ്റിൽ ഇടാൻ വേണ്ടിയിട്ട് പ്രത്യേകം നിങ്ങൾ പൈസ കൊണ്ടുവരണം. വേറെ കവർ എന്തെങ്കിലും തേനുണ്ടോ നാളെ? മാഷാ അല്ലാഹ്. അപ്പൊ നല്ല വെള്ളം ഇങ്ങോട്ട് കൊടുന്നോ. ഒരു കയ്യിൽ ഭയങ്കര ബേജാറ്. കൊടുന്നോ, എങ്ങോട്ട് കൊണ്ടുപോവാന്ന്. എന്താണ് ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവരും? ഭയങ്കര ബേജാറ്. ആകെ മഴ പറഞ്ഞ ആൾക്കാർ തരേണ്ട സാധനം എന്ന് പറഞ്ഞാൽ വെള്ളമാണ്. കാരണം ഒരു മണിക്കൂറായിട്ട് ഇങ്ങനെ പറയുമ്പോഴാണ് പ്രശ്നം ഉണ്ടല്ലോ. അപ്പൊ നമ്മൾ പറഞ്ഞ കാര്യം എന്താണ്? പരിശുദ്ധ ഖുർആൻ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞ കാര്യം എന്താണ്? മൻ ശഗലഹുൽ, അല്ലാഹു തആല പറയാണ്, അവനോട് ചോദിക്കാനുള്ള ആ ഒരു സമയം ഉപയോഗിച്ചിട്ട് ചോദിക്കാതെ ഖുർആൻ ഓതിയാൽ. ഏത് സമയത്താണ് ഖുർആൻ ഓതേണ്ടത് എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഏത് സമയത്താണ്? ഇതൊക്കെ സ്വയം നമ്മളൊന്ന് ചിന്തിക്കേണ്ട കാര്യമാണ്. ഏത് സമയമാണ്? ഞാൻ നിങ്ങളോട് പറയുന്നു, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു ഒരു സമയം എടുത്തു പറഞ്ഞു. ഇന്ന ഖുർആനൽ ഫജ്രി കാന മശ്ഹൂദാ. ഫജ്റിന്റെ സമയത്തുള്ള ഖുർആൻ എന്ന് പറഞ്ഞാൽ സുബ്ഹിയുടെ സമയത്തുള്ള ഖുർആൻ. ഒന്നുകിൽ സുബ്ഹി നിസ്കാരത്തിന്റെയും സുബ്ഹിയുടെ സമയത്തിന്റെയും മുമ്പ് ഖുർആൻ ഓതുകയാണെങ്കിൽ ആ സമയം കഴിയോ? അതല്ല എങ്കിൽ സുബ്ഹി നിസ്കാരം കഴിഞ്ഞിട്ട് നമ്മൾ ഖുർആൻ ഓതുകയാണെങ്കിൽ ആ സമയം. ആർക്കാ കഴിയാ? കഴിഞ്ഞവർ രക്ഷപ്പെട്ടു. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒരാൾ നാളെ ഖബറിന്റെ ഏകാന്തതയിൽ കിടക്കുമ്പോ ആ ഖബറിന്റെ അകത്തേക്കതാ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒരു മനുഷ്യനെ പറഞ്ഞേക്കുകയാണ്. ആ മനുഷ്യന്റെ രൂപം വളരെ സുന്ദരമായിരിക്കും, ഹൃദ്യമായിരിക്കും, കാണാൻ നല്ല ചന്തമുണ്ടാകും. ഖബറിൽ കിടക്കുന്നയാൾ ചോദിക്കുകയാണ് ഈ വന്നയാളോട്, മൻ അന്ത, നീ ആരാണ്? ഈ വന്നയാൾ മറുപടി പറയുന്നു, അനൽ ഖുർആൻ, ഞാൻ ഖുർആനാണ്. എങ്ങനെയുള്ള ഖുർആൻ? നീ രാത്രിയിൽ ഉറക്കമൊഴിച്ചോതിയിരുന്നല്ലോ. ലോകം മുഴുവൻ കിടന്നുറങ്ങുമ്പോ നിങ്ങൾ നേരത്തെ എഴുന്നേറ്റിട്ട് എന്നെ ഓതിയിരുന്നില്ലേ?
ആളുകൾ മുഴുവൻ വിശ്രമിക്കുമ്പോ നിങ്ങൾ ആ വിശ്രമം മാറ്റി വെച്ചിട്ട് തുറന്നു വെച്ചിട്ട് ഓതിയിരുന്നില്ലേ? ആ ഖുർആനാണ് ഞാൻ ഈ ഖബറിന്റെ ഏകാന്തതയിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിങ്ങൾക്ക് സന്തോഷം നൽകാൻ, സമാധാനം നൽകാൻ എന്നെ ഈ ഖബറിലേക്ക് പറഞ്ഞയച്ചതാണെന്ന് അല്ലാഹു പറയുമെന്ന്, ആ ഖബറിൽ വന്നയാൾ പറയുമെന്ന് ആദരവായ മുഹമ്മദ് മുസ്തഫ. ഒന്ന് സ്വലാത്ത് ചൊല്ലൂ, മുഹമ്മദ് മുസ്തഫ. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ്. അപ്പോ അല്ലാഹുവിന്റെ കലാമായ പരിശുദ്ധ ഖുർആൻ, ആ ഖുർആൻ പാരായണം ചെയ്യാൻ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വല്ലാത്ത പ്രോത്സാഹനം സ്വഹാബികൾക്കിടയിൽ നൽകി. അവിടുന്ന് പറയാണ്, അൽ മാഹിറു ബിൽ ഖുർആൻ, ഖുർആനിൽ അഗ്രഗണ്യനായ ആള്. നിങ്ങൾക്കൊക്കെ അത് പറ്റും, സഹോദരിമാർക്കൊക്കെ ഈ പറഞ്ഞ വിഭാഗത്തിൽ പെടാൻ പറ്റും. എങ്ങനെ? അവർക്ക് ഖുർആൻ ഓതുക എന്നുള്ളത് വളരെ സരളമാണ്. റമദാനൊക്കെ ആയിക്കഴിഞ്ഞാൽ അള്ളാഹിനോട് ദ്വാരന്നിട്ട് ആ റമദാനിൽ 2, 3, 4 തവണയാണ് ഖുർആൻ പൂർണ്ണമായിട്ട് ഓതി തീർക്കുന്നത്. ഞാൻ നിങ്ങളോട് പറയണം, അതിന് ആദ്യം വേണ്ട പരിപാടി എന്താന്നുള്ളത് ഞാൻ ഇപ്പൊ പറയേണ്ട കാര്യമില്ലല്ലോ. എന്താണ്? ഫോണ് മാറ്റിവെക്കുക എന്നുള്ളതാണ്. ആവശ്യത്തിന് മാത്രം അത് ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മളുടെ കുഞ്ഞുങ്ങളെ കുറിച്ച്. സത്യത്തിൽ ഈ കുഞ്ഞുങ്ങൾ ഇങ്ങനെ ഒരു അഡിക്ഷനിലേക്ക് പോകുന്നതിൻ്റെ ചെറുതല്ലാത്ത കാരണം വാപ്പയും ഉമ്മയുമാണ് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ എന്നെ പോകാൻ സമ്മതിക്കൂ എന്നുള്ളതാണ്. എന്താ കാര്യം? വാപ്പാനെ മക്കള് കാണുന്നത് ഏത് സമയത്തും ഈ ഫോണുമായി ബന്ധപ്പെട്ട, സാമൂഹ്യ മാധ്യമവുമായി ബന്ധപ്പെട്ട ഇന്റർനെറ്റിൽ ആവശ്യമില്ലാത്ത വർത്തമാനങ്ങളും വീഡിയോകളും അവരുടെ സമയം വിനിയോഗിക്കലും കാണുന്നതായിട്ടാണ്. ഉമ്മ ഭക്ഷണം പാചകം ചെയ്യുന്നുണ്ട്, അപ്പോഴും ഉമ്മ എന്തെങ്കിലും കേൾക്കുന്നുണ്ട്. നല്ലതാവട്ടെ അല്ലാത്തതാവട്ടെ, ഉമ്മ ഭക്ഷണം പാചകം ചെയ്ത് വിശ്രമിക്കുന്നുണ്ട്, ഉമ്മ ബെഡ്റൂമിൽ കിടക്കുന്നുണ്ട്. 8 7 വയസ്സായ മക്കൾക്ക് സ്വാഭാവികമായിട്ടും മാതാപിതാക്കളുടെ റൂമുകളിലേക്ക് ആക്സസ് ഉണ്ടാവും. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മളിൽ നിന്ന് മക്കൾ നല്ലതല്ലാത്തത് കണ്ടാൽ, മോശമായത് കാണുന്നുണ്ടെന്നുള്ള അർത്ഥത്തിലല്ല, ഈ പറയുന്ന രൂപത്തിലാണ് നമ്മളുടെ സമയം നമ്മൾ വിനിയോഗിക്കുന്നതെന്ന് കണ്ടാൽ മക്കളോടത് പറഞ്ഞിട്ട് അവരെ തടയാൻ നമുക്ക് എങ്ങനെ കഴിയും? ഇവിടെ മക്കൾ കുറച്ചായത് കൊണ്ടും കൂടിയാണ് ഞാൻ പറയുന്നത്. മക്കൾ കുറച്ചേ ഉള്ളൂ, കുറഞ്ഞ കുട്ടികളെ ഉള്ളൂ. നമ്മൾ ഉമ്മമാര് കൂടുതലാണ്. നമ്മൾ ഈ റമദാൻ നമുക്ക് അതിനുള്ള ഒരു സാഹചര്യം കൂടെ സൃഷ്ടിക്കാൻ കഴിയണം. ഈ ശഅബാൻ അതിനുള്ള ഒരു ഒരുക്കം നമുക്ക് നടത്താൻ കഴിയണം. അങ്ങനെ ഖുർആൻ ഓതുന്ന, ഖുർആനിൽ ലയിക്കുന്ന, ഖുർആൻ നന്നായിട്ട് ഖിറാഅത്ത് ചെയ്യുന്ന ഒരാൾക്കുണ്ടല്ലോ, അയാൾ മഅസ്സഫറത്തിൽ കിറാമിൽ ബററാ, അയാൾ അല്ലാഹുവിന്റെ ഉന്നതരായ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ഗുണവാന്മാരായ മഹാന്മാരായ മലക്കുകളോട് കൂടെ ആയിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, മക്കളെ നമ്മൾ ഖുർആനോത്തിന് പ്രേരിപ്പിച്ചാൽ, മക്കളെ നമ്മൾ ഖിറാഅത്തുൽ ഖുർആന് വല്ലാത്ത പ്രേരണ നൽകിയാൽ അതുകൊണ്ട് വലിയ അത്ഭുതങ്ങൾ സംഭവിക്കും. ആലുവയിൽ എന്നോടൊരു ചെറുപ്പക്കാരനായ വാപ്പ വന്നുകൊണ്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഉസ്താദേ, എന്റെ മകൾ ഇടുക്കി ജില്ലയിലെ ഹൈറേഞ്ചിലെ ഒരു കോളേജിൽ 4-5 വർഷത്തെ ഒരു കോഴ്സിന് പഠിക്കാൻ പോയതായിരുന്നു. ഈ പെൺകുട്ടിയുടെ കോഴ്സ് കാലാവധി തീരാനായപ്പോൾ അവരുടെ റൂമിൽ താമസിച്ചിരുന്ന, ഹോസ്റ്റലിൽ താമസിച്ചിരുന്ന 6 7 പെൺകുട്ടികൾ എന്റെ വീട്ടിൽ ഒരിക്കൽ ഒരു സൽക്കാരത്തിന് വേണ്ടി വന്നു. അവര് മുഴുവൻ പത്തനംതിട്ട, ഇടുക്കി, കോട്ടയം ജില്ലയിലുള്ളവരാണ്. ആരും മുസ്ലിങ്ങളല്ല, ക്രിസ്ത്യാനികളാണ്, നമ്മുടെ പ്രിയപ്പെട്ട സഹോദര മതസ്ഥരാണ്. അങ്ങനെ അവര് പറയാൻ, ഞങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചൊന്നും അറിയായിരുന്നില്ല. കാരണം അവര് പഠിച്ച ഈ നാട്ടിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, ഈ നാട്ടിലുണ്ടോന്ന് എനിക്കറിയില്ല, പൊതുവിൽ നമ്മളുടെ ഈ പ്രദേശത്ത് നമ്മളുടെ പ്രിയപ്പെട്ട സഹോദര മതസ്ഥരായിരിക്കുന്ന ആളുകളുടെ സംസ്കാരങ്ങളോ ആചാരങ്ങളോ അവരുടെ ചിന്തകളോ നമുക്കറിയില്ല.
കാരണം നമ്മളുടെ സ്കൂളുകളിൽ അവരില്ല, നമ്മളുടെ കലാലയങ്ങളിൽ അവർ കാണാൻ കഴിയില്ല. എന്നതുപോലെ തന്നെയാണ് ആ ഭാഗങ്ങളിൽ ഇവര് പറയാണ്, ഞങ്ങളുടെ ക്ലാസ്സുകളിലോ ഞങ്ങളുടെ റൂമുകളിലോ ഞങ്ങളുടെ പരിസരങ്ങളിലോ ഒന്നും നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ ഉണ്ടായിരുന്നില്ല. അത് കാരണത്താൽ ഞങ്ങൾക്ക് നിങ്ങളെ കുറിച്ച് അറിയായിരുന്നില്ല. അറിയുന്ന കാര്യങ്ങളാണെങ്കിലോ ശരിയല്ലാത്തതായിരുന്നു താൻ. അങ്ങനെ ഞങ്ങൾ ആദ്യമായി നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളെ കാണുന്നത്, ഈ മകളുടെ പേര് പറഞ്ഞിട്ട് അവളെയാണെന്ന് പറഞ്ഞിട്ട് ഈ പെൺകുട്ടികൾ പറയാണ്, ഞങ്ങൾ സത്യത്തിൽ ആദ്യം ഇവൾക്ക് വല്ല പ്രശ്നമുണ്ടോ എന്ന് സംശയിച്ചു. നേരത്തെ പറഞ്ഞ പോലെ ആ ബാസ് ഒന്നുകൂടി കുറക്കാവോ ഹബീബെ, ഒന്നുകൂടി കുറക്കോ ബാസ്. അപ്പോ പറയാണ്, നിങ്ങളുടെ പ്രിയപ്പെട്ട ആ മകൾ അവള് വന്ന അന്ന് മുതൽ റൂമിൽ വെച്ചവൾ ഖുർആനൊന്നുമല്ല, അവളത് പറയുന്ന അവർ പറയുന്ന കാര്യം ഇയാൾ ഇങ്ങനെ പറയാണ്. അവൾ എന്നും ഖുർആൻ ഓതി. ഇവൾ എന്താണ് ഈ പാരായണം ചെയ്യുന്നത് ഞങ്ങൾക്ക് അറിയായിരുന്നില്ല, എന്താണ് ഇതിലുള്ളത് എന്ന് ഞങ്ങൾക്ക് അറിയായിരുന്നില്ല. ഇവര് പറയാണ്, അങ്ങനെ ഞങ്ങൾ ഇവളോട് ഇടക്കിടക്ക് ഇതിനെക്കുറിച്ച് ചോദിക്കും. ഇവളുടെ സ്വഭാവം, ഇവളുടെ പെരുമാറ്റം, ഇവളുടെ രീതികൾ. അയാൾ എന്നോട് പറയുകയാണ്, മകള് 10ാം ക്ലാസ് വരെ മദ്രസയിൽ പോയവളാണ്. എല്ലാ ദിവസവും അവൾ ഖുർആൻ ഓതുമായിരുന്നു. അവളുടെ ഹോസ്റ്റലിൽ പോയപ്പോ മഗ്രിബ് നിസ്കാരം കഴിഞ്ഞാൽ അവൾ ഒരു അല്പസമയം ഇരുന്ന് ഖുർആൻ ഓതും. ഈ പെൺകുട്ടികൾ ഇതിനെക്കുറിച്ച് ഇങ്ങനെ ക്രമേണ അന്വേഷിക്കുമ്പോ എന്താണ് ഇതിലുള്ളത് എന്ന പെൺകുട്ടി അവൾക്ക് പഠിപ്പിച്ചു കൊടുത്തു, കാണിച്ചു കൊടുത്തു, അത് കേൾപ്പിച്ചു കൊടുത്തു. അവർക്ക് വലിയ ഒരു അത്ഭുതമായി. കാരണം അറബി ഭാഷ ഇത്ര മനോഹരമായിട്ട് വായിക്കുന്നത്, ഇത്ര നന്നായിട്ട് അവൾ അത് കേൾപ്പിക്കുന്നത്, സുന്ദരമായ അവളുടെ ശബ്ദത്തിൽ ആ ഖുർആൻ പാരായണം അവൾ കേൾപ്പിച്ചത്, അത് അവർക്ക് വലിയ കൗതുകമായി. യൂട്യൂബിൽ അവൾ ഈ ഖുർആൻ പാരായണത്തിന്റെ വ്യത്യസ്ത തലങ്ങൾ അവർക്ക് കേൾപ്പിച്ചു കൊടുത്തു. ഈ പെൺകുട്ടികൾക്ക് ഇസ്ലാമിനെ കുറിച്ചുള്ള ഒട്ടനേകം ധാരണകൾ മാറി. അവർക്ക് അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ചുള്ള നല്ല ചിത്രങ്ങൾ അവരുടെ ഹൃദയത്തിലേക്ക് വന്നത്. ഈ സഹോദരൻ എന്നോട് ആശ്വാസത്തോടെ പങ്കുവെച്ചുകൊണ്ട് പറയുകയാണ്, ഞാൻ അവളെ പഠിപ്പിച്ചത് ഇന്ന ഭൗതികമായ കോഴ്സിനാണ്, അവൾക്കത് മുഖേന ഇന്ന ജോലി കിട്ടുന്നതാണ്, ഇത്രയധികം വരെ ശമ്പളം കിട്ടാവുന്ന ജോലിയാണ്. പക്ഷേ അതിനേക്കാൾ എനിക്ക് സന്തോഷവും അഭിമാനവും ഉള്ളത്, അവൾ ഏതു മേഖലയിൽ പോയാലും അല്ലാഹുവിന്റെ കലാമായ ഖുർആൻ ഓതുമല്ലോ. ഒരു ഹദീസാണ് ഇങ്ങനെയുള്ള ഉമ്മമാരോട്, രക്ഷിതാക്കളോട് എനിക്ക് പറയുവാനുള്ളത്. മൻ ഖറഅൽ ഖുർആൻ, ഒരാൾ ഖുർആൻ ഓതി വഅമില ബിഹി, ആ ഖുർആൻ അനുസരിച്ച് അയാൾ അമൽ ചെയ്യുകയും ചെയ്താൽ, എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, നമ്മൾ ഒരു മക്കൾ എന്ന രീതിയിൽ, നമ്മൾ നമ്മളുടെ മാതാപിതാക്കളുടെ മക്കൾ എന്ന രീതിയിൽ അവരുടെ ആ സുന്ദരമായ തർബിയത്തിനനുസരിച്ച് നമ്മൾ ഖുർആൻ മദ്രസയിൽ പോയി പഠിച്ചു. അതനുസരിച്ച് പഠിക്കാനുള്ള ശേഷിയും സന്തോഷവും സമാധാനവും നമുക്കുണ്ടായി. അങ്ങനെയായാൽ ഇനി നമ്മളുടെ പ്രിയപ്പെട്ട മക്കൾ ഖുർആൻ പഠിച്ചതിനനുസരിച്ച് അമല് ചെയ്താൽ, ഉൽബിസ വാലിദാഹു താജൻ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മാതാപിതാക്കൾക്ക് ഒരു കിരീടം നാളെ അണിയിച്ചു കൊടുക്കുന്നതാണ്. ലൗഉഹു അഹ്സനു മിൻ ലൗഇ ശംസി, അവർ ധരിക്കുന്ന ആ കിരീടത്തിന് സൂര്യന്റെ വെളിച്ചത്തെക്കാൾ വലിയ വെളിച്ചമുണ്ടാകുന്നതാണ്. എന്ന് പറഞ്ഞാല് ഞാൻ ഖുർആൻ ഓതുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്താൽ എൻ്റെ ഉമ്മാക്കും ഉപ്പാക്കും അള്ളാഹു സൂര്യനേക്കാൾ വെളിച്ചമുള്ള വലിയ കിരീടം അണിയിച്ചു കൊടുക്കും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എന്നിട്ട് റസൂലുള്ളാഹി ചോദിക്കുകയാണ്, ഫമല്ലദീ ഫമാ വന്നുകും ബില്ലദീ അമില ബിഹാദാ, വാപ്പാർക്കും ഉമ്മാർക്കും അള്ളാഹു തആല അങ്ങനെ കൊടുക്കുമെങ്കിൽ അതനുസരിച്ച് ജീവിച്ചയാൾക്ക് അള്ളാഹു കൊടുക്കുന്ന ആ പ്രതിഫലം എത്രയായിരിക്കും? സ്വർഗത്തിൽ കടന്നാൽ സ്വർഗത്തിന്റെ അകത്തളങ്ങളിൽ വെച്ച് അല്ലാഹുവിന്റെ മലക്കുകൾ ഖുർആൻ ഓതാൻ പറയുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതൊക്കെയാണ് നമ്മൾ കാത്തിരിക്കേണ്ടത്. അതിനെന്ത് വേണം? നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഖുർആനിനെ ലോകത്ത് നിലനിർത്തി. റസൂലിലൂടെ അല്ലാഹു തആല ഖുർആനെ നിലനിർത്തി, സ്വഹാബത്തുൽ കിറാമിലൂടെ നിലനിർത്തി. ഇന്നാ നഹ്നു നസ്സൽന الذിക്റ വഇന്നാ ലഹു ലഹാഫിദൂൻ. ഖുർആന്റെ ചരിത്രം എന്താ?
ആദ്യ കാലഘട്ടത്തിൽ അള്ളാഹുവിന്റെ കലാമായ പരിശുദ്ധ ഖുർആൻ ഇതുപോലെ അങ്ങനെ ക്രോഡീകരിക്കപ്പെട്ടിരുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കുറെ ആളുകളുടെ മനസ്സിലാണതുള്ളത്. കുറെ ആളുകൾ പലകപ്പുറങ്ങളിൽ, തോൽപ്പുറങ്ങളിൽ, അതുപോലെ പാറകളുടെ പുറത്തൊക്കെയാണ് ഖുർആൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അങ്ങനെയുള്ള ഖുർആനിനെ അള്ളാഹുവിന്റെ പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലശേഷം ഈ ലോകത്ത് സംരക്ഷിച്ചത് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. കാരണം എന്താ? ഒരു വലിയ യുദ്ധമുണ്ടായി, യമാമ യുദ്ധം. ഈ യുദ്ധത്തില് ഖുർആൻ കാണാതെ പഠിച്ച 100 കണക്കിന് സ്വഹാബികൾ അങ്ങ് ഷഹീദായി പോയി. അപ്പൊ സ്വഹാബികൾ വല്ലാതെ പ്രയാസപ്പെട്ട് ചിന്തിക്കുകയാണ്, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ ഇങ്ങനെ ഖുർആൻ കാണാതെ പഠിച്ച ആളുകൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാ അവിടെ ഖുർആൻ നിലനിൽക്കുക? അതുകൊണ്ട് നമ്മൾ അതിന് പരിഹാരം ചെയ്യണം. ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ചർച്ച നടത്തുകയാണ്. നമുക്കൊരു കാര്യം ചെയ്താലോ, ഈ ഖുർആൻ നമുക്കൊന്ന് ക്രോഡീകരിച്ചാലോ? ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അത് വേണ്ട. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്തിട്ടില്ലാത്ത ഒരു കാര്യം ചെയ്യാൻ ഒരിക്കലും ഞാൻ തയ്യാറല്ല. അവസാനം സ്വഹാബികളോടൊക്കെ ചർച്ച നടത്തി. ഒടുവിൽ അവർ തീരുമാനിച്ചു, നമുക്ക് ഖുർആൻ ക്രോഡീകരിക്കാം. അതിന് നേതാവായിട്ട് അവർ നിശ്ചയിച്ചത് മഹാനായ സയ്യിദുനാ സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെ ആയിരുന്നു. അപ്പൊ ഞാൻ പറയുന്നത് എന്താ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബികളും പിൽക്കാലത്ത് വന്നവരും അങ്ങനെ 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 ഓരോരുത്തരും അത് മനഃപ്പാഠമാക്കാൻ, അത് പഠിപ്പിക്കാൻ, അതിൽ ഗവേഷണം നടത്താൻ എങ്ങനെയാണോ അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ജിബ്രീൽ അലൈഹിസ്സലാം അത് ഓതിക്കൊടുത്തിരുന്നത്, അതേ രൂപത്തില്, അതേ ഭാഷയില്, അതേ അക്ഷരസ്ഫുടതയോടെ ഇന്നിതാ നമുക്കിടയിലും അല്ലാഹുവിന്റെ കലാമായ ഖുർആൻ നിലനിൽക്കുന്നു. ഒരു മാറ്റവും അതിനില്ല, ഒരു വ്യത്യാസവും അതിനില്ല. ഇത് ഖുർആനിന് മാത്രം അവകാശപ്പെടാൻ കഴിയുന്ന കാര്യമാണ്. ലോകത്ത് വളരെ പ്രസിദ്ധനായ ചക്രവർത്തിയായിരുന്നു ഖലീഫ മഅ്മൂൻ. ഈ ഖലീഫ മഅ്മൂനിന്റെ കാലത്ത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള മഹാപണ്ഡിതന്മാരെ കൊണ്ടുവന്ന് അദ്ദേഹത്തിന്റെ ദർബാറിൽ വെച്ച് പല കാര്യങ്ങളെ സംബന്ധിച്ചും ആശയവിനിമയം നടത്തുമായിരുന്നു. അങ്ങനെ ഒരിക്കൽ ഖലീഫ മഅ്മൂന്റെ കൊട്ടാരത്തിൽ ഇതുപോലെയുള്ള ആശയവിനിമയം നടക്കുകയാണ്. പല കാര്യങ്ങളെ സംബന്ധിച്ചും പണ്ഡിതോചിതമായ ചർച്ചകൾ നടക്കുകയാണ്. ആ ഘട്ടത്തിൽ കൂടെയുണ്ടായിരുന്ന ഒരു മഹാപണ്ഡിതനെ അമീറുൽ മുഅ്മിനീനായിരുന്ന ഖലീഫ മഅ്മൂൻ ശ്രദ്ധിക്കുകയാണ്. അയാൾ എല്ലാ വിഷയത്തിലും അഭിപ്രായം പറയുന്നുണ്ട്, എല്ലാ കാര്യത്തിലും അയാൾക്ക് കൃത്യമായിരിക്കുന്ന കാഴ്ചപ്പാടുകളുണ്ട്. ആ സമയത്ത് ഖലീഫ മഅ്മൂൻ ഇയാളെ കുറിച്ച് അന്വേഷിക്കുകയാണ്. നോക്കുമ്പോൾ അയാൾ മുസ്ലിമായ ഒരാളല്ല, അയാൾ ജൂതനായ ഒരാളാണ്. അങ്ങനെ അയാൾ തിരിച്ചു പോകുമ്പോ ഈ മനുഷ്യനെ വിളിച്ചുകൊണ്ട് ഖലീഫ മഅ്മൂൻ ഒരു ഉപദേശം പറയുകയാണ്, സഹോദരാ, നിങ്ങൾ ഈ ചർച്ചയിലെല്ലാം വളരെ നന്നായി ഇടപെട്ട ആളാണല്ലോ, അതുകൊണ്ട് ഞാൻ നിങ്ങളോടൊരു ഉപദേശം പറയുന്നു. നിങ്ങൾക്ക് മുസ്ലിമായി കൂടെ, നിങ്ങൾക്ക് ഇസ്ലാമിലേക്ക് വന്നുകൂടെ? ആ സമയത്ത് അയാൾ പറയുന്നു, എനിക്കൊരിക്കലും എന്റെ പ്രപിതാക്കന്മാരുടെ മതം ഉപേക്ഷിക്കാൻ കഴിയില്ല, ഞാൻ നിങ്ങളുടെ കൂടെ വരാൻ തയ്യാറല്ല. ഖലീഫ മഅ്മൂൻ അത് നിർബന്ധിക്കുന്നില്ലല്ലോ, കാരണം ഇസ്ലാമിൽ അങ്ങനെ മറ്റൊരാളെ നിർബന്ധിച്ചു കൊണ്ടുവരേണ്ട കാര്യമില്ലല്ലോ. ഖലീഫ മഅ്മൂൻ അയാളെ പറഞ്ഞയച്ചു. തൊട്ടടുക്കലുള്ള വർഷം അയാൾ തിരിച്ചു വന്നു. പണ്ഡിതന്മാർക്കിടയിൽ അയാൾ സംസാരിക്കുമ്പോ അയാൾ മുഅ്മിനായിട്ടാണ് സംസാരിക്കുന്നത്. ജൂതനായിരുന്ന അയാൾ ഞാൻ ഒരിക്കലും ഇസ്ലാമിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞ അയാൾ മുസ്ലിമായിട്ടാണ് സംസാരിക്കുന്നത്. ചോദിച്ചു, അമീറുൽ മുഅ്മിനീൻ, നിങ്ങൾ എങ്ങനെയാണ് മുസ്ലിമായത്? എന്തു മാറ്റമാണ് നിങ്ങൾക്ക് വന്നത്? നിങ്ങൾ എന്താണ് നിങ്ങളുടെ മതം ഉപേക്ഷിച്ച് ഇസ്ലാമിലേക്ക് വന്നത് എന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയാണ്, നിങ്ങൾ എന്നെ കഴിഞ്ഞ തവണ ഇസ്ലാമിലേക്ക് വിളിച്ചപ്പോ ഞാൻ എന്താണ് ഈ മതത്തിന്റെ പ്രത്യേകത എന്ന് പഠിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ അന്വേഷിച്ചു, എന്താണ് ഇസ്ലാം, എന്താണ് ഖുർആനിന്റെ പ്രത്യേകത. ഞാൻ അതിനെക്കുറിച്ച് ഇങ്ങനെ ഗവേഷണം നടത്തുമ്പോൾ ഒരു കാര്യം അന്വേഷിച്ചു. ഖുർആനിനെ പോലെ തന്നെയാണല്ലോ എന്റെ മതഗ്രന്ഥമായിരിക്കുന്ന തൗറാത്ത്. ഞാൻ ആ തൗറാത്ത് എടുത്തു.
എന്നിട്ട് ആ തൗറാത്തിൽ ഞാൻ പല ഭാഗങ്ങളും മാറ്റി, എനിക്കിഷ്ടമുള്ള പല ആശയങ്ങളും ഞാൻ അതിൽ ചേർത്തു. അങ്ങനെ ഞാൻ ആ തൗറാത്തിനെ പുതിയ ഒരു വേദഗ്രന്ഥമാക്കിയിട്ട് എന്റെ അടുക്കൽ ഉണ്ടായിരുന്ന പണ്ഡിതന്മാരുടെ മുമ്പിൽ ഞാനത് കൊണ്ടുപോയി സമർപ്പിക്കുമ്പോ ഞാൻ ചോദിച്ചു, ഇതിലെന്തെങ്കിലും? ഞാനത് അവർക്ക് സമ്മാനിച്ചു. എന്റെ വേദഗ്രന്ഥമായ തൗറാത്തിൽ പല മാറ്റവും വരുത്തിയിട്ട് ഞാൻ പണ്ഡിതന്മാരുടെ മുമ്പിൽ കൊണ്ടുപോയിട്ട് അത് വെച്ചു കൊടുത്തു. അവർക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ഞാൻ വരുത്തിയ മാറ്റങ്ങൾ അവർ തിരിച്ചറിഞ്ഞില്ല. അത് കഴിഞ്ഞു എനിക്ക് മനസ്സിലായി, ഈ തൗറാത്ത് ഇതുപോലെ വ്യത്യസ്ത ആളുകൾ മാറ്റം വരുത്തി എന്റെ കയ്യിലെത്തിയതാണ്. ഞാൻ വരുത്തിയത് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല, അതിന്റെ മുമ്പ് ആരെങ്കിലും വരുത്തിയത് എനിക്കും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഈ ഗ്രന്ഥം ദുർബലപ്പെട്ടതാണ്. അത് കഴിഞ്ഞു. ഞാൻ സമാനമായ രീതിയിൽ ഇഞ്ചീലിനെ പരീക്ഷിച്ചു. അതും ഇതുപോലെ ഞാൻ വരുത്തിയ മാറ്റങ്ങൾ അതിൽ എനിക്ക് ആർക്കും കണ്ടെത്താൻ കഴിഞ്ഞില്ല. പിന്നെ ഞാൻ പരിശോധിച്ചത്, അങ്ങനെയാണെങ്കിൽ ഈ ഖുർആനും എനിക്ക് അട്ടിമറിക്കാൻ കഴിയുമോ? ആ ഖുർആനിൽ ഞാൻ മാറ്റങ്ങൾ വരുത്തി, ഞാൻ വ്യത്യാസങ്ങൾ വരുത്തി. ഞാനത് കൊണ്ടുപോയി പണ്ഡിതന്മാരുടെ മുമ്പിൽ സമർപ്പിക്കുമ്പോ ഓരോ പേജും അവർ മറിക്കുമ്പോ, ഓരോ ഭാഗവും അവർ നോക്കുമ്പോ ഞാൻ വരുത്തിയ മാറ്റങ്ങൾ അവർ എനിക്ക് കാണിച്ചു തരുന്നു. അങ്ങനെ എങ്ങനെയാണോ അതിന്റെ യഥാർത്ഥ രൂപം, ആ രൂപം എങ്ങനെയാകുമെന്ന അവസ്ഥയിൽ അവരെനിക്ക് ആ ഖുർആൻ തിരിച്ചു തരികയാണ്. ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ഇതിന് ഒരിക്കലും മാറ്റം വരുത്താൻ കഴിയില്ല. ഇത് അല്ലാഹുവിന്റെ വചനമാണ്. അല്ലാഹുവിന്റെ ഈ വചനം ലോകാവസാനം വരെ നിലനിൽക്കുന്ന വചനമാണ്. അങ്ങനെയാണ് ഞാൻ മുസ്ലിമായത് എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചത് ചരിത്രത്തിൽ രേഖപ്പെട്ട് കിടക്കുന്ന കാര്യമാണ്. നമ്മൾ ചിന്തിക്കണം, ഈ കലാമിനെയാണ് മുഅ്മിനീങ്ങളെ നമ്മൾ ഹൃദയത്തോട് ചേർക്കേണ്ടത്. നമ്മൾ ആ ഖുർആനിന്റെ അഹ്ലുകാരാകണം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അലാ സതകൂനു ഫിത്ന. ലോകാവസാനത്തിന് മുമ്പിതാ ലോകത്തൊരുപാട് കുഴപ്പങ്ങൾ ഉണ്ടാകാൻ പോവുകയാണ്, അധർമ്മങ്ങൾ ഉണ്ടാകാൻ പോവുകയാണ്, ആളുകളുടെ മനസ്സിൽ വെപ്രാളങ്ങളും ഭിന്നതകളും ഉണ്ടാകാൻ പോവുകയാണ്, ജനങ്ങളെ വഴിതെറ്റിക്കുന്ന നിരവധി കാര്യങ്ങൾ ലോകത്ത് സംഭവിക്കാൻ പോവുകയാണ്, ഈമാനിൽ നിന്ന് ജനങ്ങളെ അകറ്റുന്ന പല ആശയങ്ങളും പ്രചരിപ്പിക്കപ്പെടാൻ പോവുകയാണ്. സ്വഹാബികൾ ചോദിച്ചു, നബിയേ, ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? ഫിത്ന ഉണ്ടാകുമ്പോ, കുഴപ്പമുണ്ടാകുമ്പോ, തിന്മകൾ ഞങ്ങളുടെ മുമ്പിൽ വരുമ്പോ എങ്ങനെയാണ് നബിയെ ഞങ്ങൾ അതിൽ നിന്ന് രക്ഷപ്പെടുക? ഒരേ ഒരു മാർഗമാണ് അവിടുന്ന് പറഞ്ഞത്, കിതാബുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിന്റെ ഗ്രന്ഥത്തെ മുറുകെ പിടിക്കുക. ഫീഹി ഖബറു മാ കാന ഖബ്ലകും, നിങ്ങളുടെ മുമ്പുള്ളവരുടെ എല്ലാവരുടെയും കഥകൾ അതിലുണ്ട്. നിങ്ങൾ ഇന്ന് അമേരിക്കയെ കാണുമ്പോ, നിങ്ങൾ ഇസ്രായേൽ വരുത്തുന്ന വിപ്ലവങ്ങളെ കാണുമ്പോ, നിങ്ങൾ മുസ്ലിങ്ങളെ നശിപ്പിക്കാനുള്ള ശ്രമങ്ങൾ കാണുമ്പോ, ആ കുഴപ്പത്തിൽ നിങ്ങൾ ഇങ്ങനെ വിഭ്രമിച്ചു നിൽക്കുമ്പോ, നിങ്ങൾ നിങ്ങളുടെ മുൻഗാമികളുടെ കഥകൾ ഖുർആൻ പറഞ്ഞതിനെയാണ് പഠിക്കേണ്ടത്. ഫറോവയെ പറഞ്ഞത്, ഖാറൂണിനെ പറഞ്ഞത്, അബൂജഹലിനെ പറഞ്ഞത്, ബദറിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തിയത്, നിങ്ങളുടെ മുൻഗാമികളിൽ അല്ലാഹുവിനെതിരായി വന്ന ആളുകളെ തകർത്തെറിഞ്ഞത്, അത്തരം കാര്യങ്ങളിൽ നിങ്ങൾ ഈമാനോടുകൂടെ ആവേശം ഉൾക്കൊള്ളേണ്ടവരാണ്. ഇനി വരാനിരിക്കുന്ന ഈ ലോകത്തുള്ള അവസ്ഥകളെ സംബന്ധിച്ച്, നിങ്ങളുടെ ജീവിതാനന്തരം, ഖബറിനെ കുറിച്ച്, മഹ്ശറിനെ കുറിച്ച്, സ്വർഗ്ഗലോകത്തെ കുറിച്ച്, അത്തരം വിവരങ്ങളെല്ലാം ഉള്ള ഗ്രന്ഥമാണത്. നിങ്ങൾക്കിടയിൽ എന്തെല്ലാം കാര്യങ്ങളിൽ തീരുമാനം വേണമോ, നിങ്ങളുടെ ഉമ്മയോട്, ഉപ്പയോട്, ഭാര്യയോട്, ജീവിതകാലത്ത്, മരണാനന്തരം, ഇങ്ങനെ തുടങ്ങി എന്തെല്ലാം കാര്യങ്ങളുണ്ടോ, ആ കാര്യങ്ങൾക്ക് മുഴുവൻ നിങ്ങൾക്ക് തീരുമാനം വേണ്ടതെല്ലാം ആ ഖുർആനിലുണ്ട്. വഹുവസ്സിറാത്തുൽ മുസ്തഖീം, ആ ഖുർആനാണ് നേരായ മാർഗം. വഹുവദ്ദിക്റുൽ ഹകീം, അതാണ് പ്രബലമായ അല്ലാഹുവിന്റെ വചനം. വഹബ്ലുല്ലാഹിൽ മതീൻ,
എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് ആ ഖൽബിന്റെ നൂറായി ഖുർആൻ ഉണ്ടാവണം, ഹൃദയത്തിന്റെ അകത്തുള്ള വെളിച്ചമായി ഖുർആൻ ഉണ്ടാവണം. ഇൻഷാ അല്ലാഹ് ആ ഖുർആനിനെ സ്നേഹിക്കുന്നവനാണ് ഞാൻ, അത് പഠിക്കാൻ ആഗ്രഹിക്കുന്നവനാണ് ഞാൻ, അത് പാരായണം ചെയ്യാൻ കൊതിക്കുന്നവനാണ് ഞാൻ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ദീനിന്റെ അംശം ഒന്നുപോലും ഖൽബിലില്ലാത്ത മഹാനായ സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനെ ഈമാനിന്റെ വെളിച്ചത്തിലേക്ക് വഴി നടത്തിയത് എന്താ? ഖുർആൻ ഒന്ന് കേട്ടതായിരുന്നു, സൂറത്തു ത്വാഹയുടെ തുടക്കം ഒന്ന് കേട്ടതായിരുന്നു. റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് ഓടിപ്പോയി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പ്രഖ്യാപിച്ച് ലോകത്തിന് മുഴുവൻ നേതൃത്വം നൽകാൻ കഴിയുന്ന മഹാപ്രതിഭാശാലിയായി വളർന്നിട്ടുണ്ട് എങ്കിൽ പ്രിയപ്പെട്ടവരെ, ആ ഖുർആൻ നമ്മളുടെ ഖൽബിൽ മാറ്റങ്ങൾ വരുത്തണം, നമുക്ക് സമാധാനം ഉണ്ടാക്കാൻ കഴിയണം. ഖുർആൻ താങ്ങാൻ ഹൃദയത്തിനെ കഴിയുകയുള്ളൂ, ഒരു മലക്ക് ഖുർആൻ താങ്ങാൻ കഴിയില്ല. ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാഹ്. ഒരു മലയുടെ മുകളിലാണ് ഈ ഖുർആനിന്റെ ഏതെങ്കിലും ഒരു ഭാഗം നമ്മൾ അവതരിപ്പിക്കുന്നത് എങ്കിൽ ആ മല ഇങ്ങനെ തകർന്ന് തരിപ്പണമായി പോകുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. എന്നാൽ ഒരു മലയുടെ മുകളിലല്ല, നമ്മളുടെ ഖൽബിന്റെ അകത്ത് അല്ലാഹുവിന്റെ കലാം ഉണ്ടാവണം. അത് പാരായണം ചെയ്ത്, അതിനെ സ്നേഹിച്ച്, അതിനു വേണ്ടി കഠിനാധ്വാനം ചെയ്ത്, അങ്ങനെ ലോകത്ത് നിന്ന് വിട പറയുമ്പോ ഏറ്റവും സമാധാനത്തോടെ വിട പറയുന്നവരായി ഇൻഷാ അല്ലാഹ് നമ്മൾ ഇങ്ങനെ മരിച്ചു കിടക്കുമ്പോ നമുക്ക് വേണ്ടി ധാരാളം ഖുർആൻ പാരായണം ചെയ്യപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടായി. നമ്മുടെ ചുറ്റുഭാഗത്ത് ആലിമീങ്ങൾ, സ്വാലിഹീങ്ങൾ, മുതഅല്ലിമീങ്ങൾ ഖുർആൻ ഓതുന്നവരായി നമ്മളുടെ ഖബറിന്റെ അകത്തേക്ക് നിരവധി ഖുർആനിന്റെ ഖത്മുകൾ പാരായണം ചെയ്യപ്പെടുന്നതായി. അങ്ങനെ ഖുർആനിൽ ലയിച്ചുള്ള പരലോകത്തെ ജീവിതത്തിന് റഹ്മാനായ റബ്ബേ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ തമ്പുരാനെ. ആമീന യാ റബ്ബൽ ആലമീൻ. അല്ലാഹു നമ്മളുടെ ഈ മജ്ലിസിനെ കബൂലാക്കട്ടെ. എല്ലാവരും ആമീൻ പറയൂ. അല്ലാഹു തആല നമ്മളുടെ ഈ സദസ്സിനെ സ്വീകരിക്കട്ടെ. ഇൻഷാ അല്ലാഹ് ചെറിയ ഒരു ദുആയോടെ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. നമുക്കൊക്കെ ഖുർആനെ സ്നേഹിക്കാനുള്ള ഒരു മനസ്സുണ്ടാവണം. അതിന്റെ ഏറ്റവും പ്രകടമായ ഭാവം എന്ന് പറഞ്ഞാല് നമ്മുടെ നാടുകളിലൊക്കെ മദ്രസ ഉണ്ട്. മദ്രസ എന്ന് പറഞ്ഞാല് ആ മദ്രസയിൽ നടക്കുന്ന ഏറ്റവും വലിയ പ്രക്രിയ എന്താ? സംശയമില്ലല്ലോ, ഖുർആൻ പഠിപ്പിക്കുക എന്നുള്ളതാണ്. അതിനനുസരിച്ച് അതോടൊപ്പം നിസ്കാരം പഠിപ്പിക്കുക, ഇബാദത്ത് പഠിപ്പിക്കുക, പെരുമാറ്റ രീതി പഠിപ്പിക്കുക, അറബി ഭാഷ അലിഫും ബാവും താവും ഒക്കെ അവരെ പഠിപ്പിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ്? ഈ ഖുർആനോത്തവരെ മനപ്പാടിപ്പിക്കുക എന്നുള്ളതാണ്. 4ാം ക്ലാസ്സിൽ എത്തുമ്പോഴേക്ക്, 3ാം ക്ലാസ്സിൽ എത്തുമ്പോഴേക്ക്, 5ാം ക്ലാസ്സിൽ എത്തുമ്പോഴേക്ക് നമ്മളുടെ ഈ കൊച്ചുകുട്ടികൾ ഖുർആനിൽ നിന്ന് എത്രയെത്ര സൂറത്തുകളാണ് മനപ്പാഠമാക്കുക, അല്ലേ? സൂറത്തുൽ മുൽക്ക്, സൂറത്ത് യാസീന്, ചെറിയ ചെറിയ സൂറത്തുകൾ, അതൊക്കെ അവരിങ്ങനെ മനപ്പാഠമാക്കി. എൻ്റെ ഉമ്മമാരെ, നിങ്ങൾ വെറുതെ ഒന്ന് പരിശോധിച്ചു നോക്കണം. നമ്മളുടെ കൊച്ചു ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ അതിന് അവർക്ക് സഹായം നൽകുന്നത് നമ്മളുടെ മദ്രസയാണ്. ആ മദ്രസയിൽ അവരെ പഠിപ്പിക്കുന്ന നമ്മളുടെ പ്രിയപ്പെട്ട ഗുരുവര്യന്മാരാണ്. അവർക്ക് നമ്മൾ സ്നേഹം നൽകണം. ഈ നാട്ടിൽ ഖിയാമത്ത് നാൾ വരെ ഈ സംവിധാനം നിലനിൽക്കണം. അപ്പൊ ഈ മജ്ലിസുൻ നൂറിൽ നിന്ന് ബാക്കി വല്ലതും കിട്ടുമ്പോ ഇൻഷാ അല്ലാഹ് ആ മദ്രസയിലേക്ക് അതിന്റെ ആ പൈസ അവർ നൽകും എന്നാണ് എന്നോട് ഇവർ അറിയിച്ചിട്ടുള്ളത്. ഞാൻ നിങ്ങളോട് ഇന്ന് 1, 2, 3 ആളുകളോടാണ് ഞാൻ സ്വതക്ക ചോദിക്കുന്നത്. വിപുലമായിരിക്കുന്ന ഒരു ചോദ്യമെന്നില്ല. അല്ലാഹുവേ, ഈ മദ്രസയിലേക്ക് ആരൊക്കെയാണോ സ്വതക്ക നൽകുന്നത് നീ സ്വീകരിക്കണേ അല്ലാഹ്. കൈ ഉയർത്തിപ്പിടിച്ച് ആമീൻ പറയൂ. നീ കബൂലാക്കണേ അല്ലാഹ്. ഒരു കൊല്ലത്തിനിടയിൽ ഇൻഷാ അല്ലാഹ് മദ്രസയിലേക്ക് ഞാനിതാ ഒരു കൊല്ലത്തിന്റെ ഇടയിൽ എന്റെ ഒരു സ്വതക്ക ഇതാ ഈ നാട്ടിലെ മദ്രസയിലേക്ക് നൽകും. അല്ലാഹുവേ, എന്റെ മക്കളിലോ എന്റെ പേരക്കിടാങ്ങളിലോ ഖുർആൻ മനപ്പാഠമാക്കുന്ന ഒരാളുണ്ടാകണമെന്ന നിയ്യത്തോടെ ആരൊക്കെയാണോ മദ്രസയിലേക്ക് സ്വതക്ക നൽകാൻ തീരുമാനിക്കുന്നത് കൈ ഉയർത്തിപ്പിടിച്ച് ആമീൻ പറയൂ. തമ്പുരാനെ, ഖുർആൻ മനപ്പാഠമാക്കുന്ന ഒരാളെ അവരുടെ പേരക്കുട്ടികളിലോ മക്കളിലോ നീ നൽകണേ
നൽകണേ അല്ലാ. ആമീൻ പറയൂ. നീ നൽകണേ അല്ലാ. ആ സ്വതക്ക നൽകുന്നവർക്ക് തന്നെ മോഹമുണ്ടാകുമല്ലാ. ഖുർആനിൽ നിന്ന് കുറച്ചുകൂടെ എനിക്ക് മനപ്പാഠമാകണമെന്ന്, സൂറത്തുൽ മുൽക്കിലെ 30 ആയത്തുകൾ മനപ്പാഠമാകണമെന്ന്, പരിശുദ്ധമായ യാസീൻ ഒന്നുകൂടെ ഉറപ്പിച്ചു മനപ്പാഠമാകണമെന്ന് അല്ലാഹുവേ പടച്ച തമ്പുരാനെ, ആരൊക്കെയാണോ ആ സ്വതക്കകളിൽ പങ്കാളികളാകുന്നത്, നീ അവർക്കതിന് തൗഫീഖ് നൽകണേ അല്ലാ. റഹ്മാനായ റബ്ബേ, ഹൃദയത്തിന്റെ അകത്ത് ഹജ്ജിന് പോകാൻ മോഹിച്ചുകൊണ്ട് പരിശുദ്ധമായ ഈ മദ്രസയിലേക്ക് ഒരു കൊല്ലത്തിനിടയിൽ ഇൻഷാ അല്ലാഹ് ഒരു സ്വതക്ക ഞാൻ കൊടുത്തുകൊള്ളാമെന്ന് ഇന്നത്തെ ഈ സദസ്സിൽ വെച്ച് പറയുന്നവരാരോ കൈ ഉയർത്തിപ്പിടിച്ച് ആമീൻ പറയൂ. അല്ലാഹ് ഹജ്ജിന് പോകാനുള്ള ഭാഗ്യം അവർക്ക് നൽകണേ റഹ്മാനെ. ഹജ്ജിനുള്ള ഭാഗ്യം അവർക്ക് നൽകണേ അല്ലാഹ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഖുർആനിന്റെ മദ്ഹ് പറഞ്ഞ ഈ സദസ്സിൽ വെച്ച് ഒരു കൊല്ലത്തിനിടയിൽ ഇൻഷാ അല്ലാഹ്, ചോദിക്കുന്നത് കുറച്ച് കൂടുതലാണ്, 6000 രൂപ. നല്ല സുഖാണത് നിയത്ത് ചെയ്താല് ഇൻഷാ അല്ലാഹ്. ഒരു മാസത്തിൽ ഒരു 500 രൂപ വെച്ച് കൊടുത്താൽ ഒരു കൊല്ലത്തിൽ 6000 രൂപയാവും. അങ്ങനെയൊന്നും വേണ്ട. നിങ്ങൾ എന്താ റമദാൻ വരില്ലേ, ഒരു 2000 രൂപ കൊടുക്കുക ഇൻഷാ അല്ലാഹ്. അത് കഴിഞ്ഞിട്ട് വലിയ പെരുന്നാൾ വരുമ്പോൾ ഒരു 1000 രൂപ കൊടുക്കുക. അത് കഴിഞ്ഞ് അടുത്ത സമയത്ത് 1000 രൂപ കൊടുക്കുക. അങ്ങനെ റബീഉൽ അവ്വൽ വരുമ്പോൾ ഒരു 500 രൂപ കൊടുക്കുക. അങ്ങനെ ഒരു കൊല്ലത്തിന്റെ ഇടയിൽ ഇൻഷാ അല്ലാഹ് 6000 രൂപ ഞാനിതാ നല്ല നിയ്യത്തോടെ ഈ മദ്രസയിലേക്ക്, ഖൽബിന്റെ ഉള്ളിൽ നിയ്യത്ത് വെക്കണം കേട്ടോ. അങ്ങനെ നിയ്യത്ത് വെച്ച് കൊടുക്കാൻ തീരുമാനിക്കുന്ന ഒരു 2-3 ആളുകൾ ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് പരിപാടി അവസാനിപ്പിക്കാം. ആരാണ് ആദ്യത്തെ ഒരാള് നല്ല ഒരു നിയ്യത്തോടെ ഒന്ന് കൈ ഉയർത്താൻ പറ്റി ഏതെങ്കിലും ഒരാളുണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിക്കേ ഇൻഷാ അല്ലാഹ്. ഒരൊറ്റയാള് ഒരു കൊല്ലത്തിനിടയിൽ 6000 രൂപ ഞാൻ ഈ മദ്രസയിലേക്ക്, ഇതിന്റെ വരുമാനത്തിന്റെ നടത്തിപ്പിലേക്ക് ഞാൻ കൊടുത്തോളാന്ന് പറയാൻ തയ്യാറുള്ള ഏതെങ്കിലും ഒരൊറ്റയാളുണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിക്കേ. ബിസ്മില്ലാ. ഒരാൾ. മാഷാ അല്ലാഹ്. പറഞ്ഞപ്പോഴേക്ക് 2 ആളായി. ആ മക്കളൊക്കെ കണ്ടില്ലേ? 3ാമത്തെ ആളുണ്ടോ? മാഷാ അല്ലാഹ്, 3ാമത്തെ ആളായി. ഈ മക്കൾക്ക് നമുക്ക് നൽകാൻ കഴിയുന്ന വലിയ മാതൃക കൂടിയാണ്. കാരണം എന്താ? ഇന്ന് ഇവർക്ക് 10 വയസ്സ് 12 വയസ്സ് അല്ലേ? 10 വയസ്സിന്റെ താഴെയുള്ള കുട്ടികളൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. 10 അതിന്റെ താഴെയുള്ള മക്കളൊന്ന് കൈപൊക്കിക്കേ. 10 വയസ്സ്. മാഷാ അല്ലാഹ്. കണ്ടില്ലേ? ഒരു 12 വയസ്സിന്റെ താഴെയുള്ള ഒരു കൈപൊക്കിക്കേ. 12 വയസ്സ്. നിങ്ങളൊക്കെ വലിയ കാക്കാരാണല്ലോ. അപ്പൊ 15 വയസ്സിന്റെ താഴെയുള്ള ഒരു കൈപൊക്കിക്ക്. 15 വയസ്സിന്റെ താഴെയുള്ളവര്. ഈ കുട്ടികൾക്ക് 15 വയസ്സിന്റെ മുകളിലായോ? ഒക്കെ വലിയ കാക്കാരാന്ന് തോന്നുന്നുണ്ട് അല്ലേ? അപ്പൊ ആയിക്കോട്ടെ. അപ്പൊ ഏതായാലും ഈ മക്കളൊക്കെ ഒരു 20 കൊല്ലം കഴിയുമ്പോ ഇപ്പൊ നമ്മൾ ഈ ഇരിക്കുന്ന സ്ഥലത്തായിരിക്കും ഉണ്ടാവുക. അപ്പൊ 15 വയസ്സായ ആൾക്ക് 35 വയസ്സായിട്ടുണ്ടാവും 20 കൊല്ലം കഴിഞ്ഞാൽ. അന്നുണ്ടാവും വാളുകൾ, അന്നുണ്ടാവും ദീനിന്റെ നടത്തിപ്പ്, അന്നുണ്ടാവും മദ്രസ. എന്റെ പ്രിയപ്പെട്ട കൈ ഉയർത്തിയ പ്രിയപ്പെട്ട ഉപ്പമാരെ, വെല്ലിപ്പമാരെ, നിങ്ങൾ ഇന്നുയർത്തിയ ആ കൈകൾ ഇവരുടെ മനസ്സിൽ പതിഞ്ഞിട്ടുണ്ടാവും. നമ്മൾ അതിനു വേണ്ടിയല്ല അത് ചെയ്തത്, എന്നാലും പതിഞ്ഞിട്ടുണ്ടാവും. നാളെ അവർ കൈകൾ ഉയർത്തും. നാളെ 6000 രൂപയാവൂല, 60000 രൂപയാവും. നാളെ അവരുടെ മനസ്സിൽ ഹജ്ജ് ചെയ്യാനുള്ള മോഹം അവർ പുലർത്തുക. നിങ്ങൾ ഈ കൈകൾ ഉയർത്തിയതുപോലെ അവർ അന്ന് കൈകൾ ഉയർത്തിയിട്ടാണ്. അല്ലാഹുവേ നീ കബൂലാക്കണേ റഹ്മാനെ. ആമീൻ പറയൂ. പടച്ചോനെ നീ സ്വീകരിക്കണേ റഹ്മാനെ. അവരുടെ ഖൽബ് നന്നാക്കണേ തമ്പുരാനെ. കൈ ഉയർത്തിപ്പിടിച്ച് ആമീൻ പറയൂ. ആ സ്വതക്കകളുടെ പിറകിലുള്ള മുറാദുകളെ ഹാസിലാക്കണേ അല്ലാഹ്. ഇനി ആരാ 4ാമത്തെ ആളാരാ പറയാ? നേരത്തെ കൈ ഉയർത്താത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ 4ാമത്തെ ഒരാളും കൂടെ പറയൂ ഇൻഷാ അല്ലാഹ്. ഞാനും കൂടെ കൊടുക്കാം ഒരു 6000 രൂപ എന്ന് പറയാൻ കഴിയുന്ന ഒരു 4ാമത്തെ ആൾ. ഒരാളും കൂടി ഒന്ന് കൈ ഉയർത്തി ഇൻഷാ അല്ലാഹ്. ഒരു 4ാമത്തെ ആളുണ്ടോ? 3 ആളുകൾ കൈ ഉയർത്തി. 4ാമത്തെ ഒരാളും കൂടെ ഉണ്ടോ? 4, 5 2 ആളും കൂടിയാണ് വേണ്ടത് സഹോദരന്മാർക്കിടയിൽ. സഹോദരിമാർക്കിടയിൽ പറയാൻ തയ്യാറുള്ളവരുണ്ട്? മാഷാ അല്ലാഹ്. സഹോദരിമാർക്കിടയിൽ ഒരു കുട്ടി എന്ന് പറഞ്ഞേക്കാൻ കഴിയും. അല്ല അവിടെ ഉണ്ട്, ശരിയാണ്. പക്ഷെ ഒരു കുട്ടിനെ, ചെറിയ കുട്ടികൾ പറഞ്ഞിട്ട് ആ കുട്ടികൾ പറഞ്ഞാൽ മതി. അതാ നല്ലത്. ഒരു ചെറിയ കുട്ടി. ഇൻഷാ അല്ലാഹ്. ഒരു കുട്ടീനെ മുസ്തഫ, ഒരു ചെറിയ കുട്ടീനെ എന്നോട് പറഞ്ഞയച്ചോ, ഉള്ളിൽ പറഞ്ഞയച്ചോ. ഒരു ചെറിയ കുട്ടിനെ. വാ മക്കളെ ഇൻഷാ അല്ലാഹ്. ഇനി മുസ്തഫാന്റെ അടുത്ത് എത്ര ആളായി? ഇവിടെ 3 ആളുകൾ തന്നെയാണോ? ഇനി ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്ക്. ഒരു 5 ആളായിട്ട് നമുക്ക് അവസാനിപ്പിക്കാം ഇൻഷാ അല്ലാഹ്. എന്തൊക്കെ ഹലാലായ നിയ്യത്തുണ്ടോ ആ നിയ്യത്തുകൾ മുഴുവൻ അല്ലാഹു പൂർത്തിയാക്കി തരാൻ നമുക്ക് ദുആ ചെയ്യാം ഇൻഷാ അല്ലാഹ്.
അപ്പം അത് നിങ്ങൾ സ്ത്രീ സഹോദരിമാർ, അല്ലെങ്കിലേ ഞാൻ ഇതിൽ അസ്വസ്ഥനാണ് ശരിക്കും, പക്ഷേ ഞാൻ മിണ്ടുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. മുമ്പ് തന്നെ ഇരിക്കുന്നതിൽ അസ്വസ്ഥനാണ് ഞാൻ, പിന്നെ അത് വെറുതെ പറഞ്ഞിട്ട് നിങ്ങളെ സങ്കടപ്പെടുത്തണ്ടെന്നുള്ള നിലക്കാണ്. അപ്പോൾ പിന്നെ അവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കുട്ടികൾ ആരെങ്കിലും പറഞ്ഞയച്ചിട്ട് അവരിങ്ങോട്ട് പറയണമെന്നുണ്ടെങ്കിൽ അതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം നല്ലത്. ഇനി ആരെങ്കിലും ഉണ്ടോ? സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് തവസ്സൽനാ ബിസ്മില്ലാഹ് വബിൽഹാദി റസൂലില്ലാഹ് വകുല്ലി മുജാഹിദിൻ ലില്ലാഹ് വഅഹ്ലിൽ ബദ്രി യാ അല്ലാഹ് സ്വലാത്തുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. അല്ലാഹുവേ, 3 സഹോദരന്മാരും ഒരു സഹോദരിയും ഇതാ വാഗ്ദാനം ചെയ്തിരിക്കുന്നു. റബ്ബേ, നീ സ്വീകരിക്കണേ അല്ലാ, കബൂൽ ചെയ്യണേ റഹ്മാനേ, മുറാദുകളെ ഹാസിലാക്കണേ അല്ലാ. പടച്ചവനെ, അവരുടെ ഹൃദയത്തിന്റെ അകത്ത് എന്തൊക്കെ തീരുമാനങ്ങളാണോ ഹലാലായിട്ടുള്ളത് ആ തീരുമാനങ്ങളെ നീ ഹാസിലാക്കണേ റഹ്മാനെ. അവരുടെ പ്രയാസങ്ങളെ ദൂരീകരിക്കണേ റബ്ബേ. അവരുടെ മനസ്സിന്റെ അകത്തുള്ള വേദനകളെ അകറ്റണേ തമ്പുരാനെ. അല്ലാഹുവേ, ദാരിദ്ര്യത്തിൽ നിന്ന്, കടങ്ങളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന് ആ സ്വദഖയുടെ ബറക്കത്ത് കൊണ്ട് അവർക്ക് നീ വലിയ കാവൽ നൽകണേ അല്ലാ. ആമീന യാ റബ്ബൽ ആലമീൻ. 5ാമത്തെ ഒരാളും കൂടി ഉണ്ടോ? ഉണ്ടെങ്കിൽ നമുക്കത് ഇതിൽ ഉൾപ്പെടുത്താം. അതല്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് ദുആയോടുകൂടി അവസാനിപ്പിക്കാം. അല്ല നിങ്ങളെ ഇൻഷാ അല്ലാഹ്. അപ്പം ഒരു ചെറിയ ദുആയോടുകൂടി അവസാനിപ്പിക്കുക. നാളെ വരുന്ന സമയത്ത് നല്ല സ്വതക്ക നിങ്ങൾ ചെയ്യണം. പ്രഗത്ഭനായ നവാസ് മന്നാനി അവർകളാണ്, മാനുത്തങ്ങളുടെ ദുആ ഉണ്ട്. അങ്ങനെ ഒരുപാട് ഉസ്താദുമാരും മറ്റുമൊക്കെ ഇവിടെ സംബന്ധിക്കുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. ധാരാളം ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. മരണപ്പെട്ട മകന് വേണ്ടി ദുആ ചെയ്യാൻ മാതാവ് 2000 രൂപ. സൗദിയിൽ കച്ചവടം ചെയ്യുന്ന ഒരു ആൾക്ക് ഒരു വലിയ പ്രശ്നം നേരിട്ടിട്ടുണ്ട് കച്ചവട സംബന്ധമായിട്ട്. അപ്പോൾ അതിന് റാഹത്തായി തീരാൻ വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മദ്രസയെയും അതുപോലെ തന്നെ നമ്മുടെ ഇതുപോലുള്ള പരിപാടികളൊക്കെ നമ്മുടെ കൂടെ നിന്ന് പ്രവർത്തിക്കുകയും നേതൃത്വം കൊടുക്കുകയും സഹായിക്കുകയും ചെയ്യുന്ന നമ്മുടെ കുറ്റിപ്പുറം കുഞ്ഞു മുഹമ്മദ് ഹാജി, അദ്ദേഹത്തിന് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി. അതുപോലെ തന്നെ നമ്മുടെ തൊട്ടടുത്തുള്ള നാലുംകൂടി ഈ പള്ളിയിലെ ഇമാമായിരുന്ന രായൻകുട്ടി മുസ്ലിയാർ, അദ്ദേഹം അവർ രണ്ടുപേരും തൊട്ടടുത്ത ദിവസങ്ങളിലാണ് നമ്മോട് ഇവിടെ പറഞ്ഞത്. അതുപോലെ തന്നെ ധാരാളം ആളുകൾ പ്രത്യേകം ദുആ കൊണ്ട് നമ്മോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവർക്കൊക്കെ വേണ്ടി ഉസ്താദ് അവர்கள் ദുആ ചെയ്യും. നാളെ ഇൻഷാ അല്ലാഹ് പ്രത്യേകമായിട്ടുള്ള ദുആ മജ്ലിസ് തന്നെ ഉണ്ടാകും. കേരളത്തിലെ ദുആ മജ്ലിസിന്റെ നേതൃത്വം കൊടുക്കുന്ന ധാരാളം ദുആ മജ്ലിസുകൾക്കൊക്കെ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട മാനുത്തങ്ങൾ നമ്മളെ പരിപാടിയിൽ നമുക്ക് ദുആ ചെയ്യാൻ വേണ്ടി നാളെ എത്തിച്ചേരും. അപ്പോൾ അതുകൊണ്ട് നാളെ പ്രത്യേകമായിട്ടൊരു ദുആ ഉണ്ടാകും. ഇന്നും ധാരാളം ആളുകൾ നമ്മോട് സഹായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രത്യേകം ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടി ഉസ്താദുകൾ ദുആ ചെയ്യും. അതുപോലെ എല്ലാവർക്കും ഇന്ന് നമ്മുടെ സംഘാടകർ കവർ വിതരണം ചെയ്യുന്നുണ്ട്. നിങ്ങളൊക്കെ അതിന് നല്ലൊരു സംഖ്യ നൽകി നിങ്ങളുടെ ഉദ്ദേശങ്ങളൊക്കെ എഴുതി അറിയിച്ചാൽ നാളെ പ്രത്യേകം നമ്മുടെ ദുആ മജ്ലിസിൽ വെച്ച് ദുആ ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാവരും ശ്രദ്ധിക്കുക. ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അർഹമുർ റഹീമീനായ മലിക്കുൽ മുലൂക്കായ റബ്ബേ, മണിക്കൂറുകളോളം ഞങ്ങൾ ഈ മജ്ലിസിൽ വഅദ് പറഞ്ഞു, ആയത്തുകൾ ഓതി, ഹദീസുകൾ പറഞ്ഞു, ചരിത്രങ്ങൾ പറഞ്ഞു. ഞങ്ങളിൽ നിന്ന് എല്ലാം നീ സ്വീകരിക്കണേ റഹ്മാനേ. അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും സംഭവിച്ചു പോയ എല്ലാ ദോഷങ്ങളെയും ഞങ്ങൾക്ക് നീ മാപ്പാക്കി തരണേ തമ്പുരാനേ.
ഇനിയുള്ള കാലം ഒരു തെറ്റും ചെയ്യാതെ കുറ്റവും ചെയ്യാതെ ജീവിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നൽകണേ അല്ലാ. കരുണാവാരിധിയായ തമ്പുരാനെ, ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ പലരും ഖബറിനുള്ളിലാണല്ലാ. ഖബറുകൾ വിശാലമാക്കണേ റഹ്മാനെ, ഖബറുകൾ സ്വർഗമാക്കണേ തമ്പുരാനെ. ഖബറിന്റെ ഏകാന്തതയിലേക്ക് ഈ മക്കളായ ഞങ്ങളുടെ ദുആകൾ, ഖുർആനോത്തുകൾ നീ അവരുടെ ഖബറുകളിലേക്ക് എത്തിക്കണേ അല്ലാ. യാ അല്ലാ, ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നുണ്ട്, നീ ദീർഘായുസിനെ കൊടുക്കണേ റഹ്മാനെ. ആരോഗ്യത്തെ നൽകണേ അല്ലാ, സന്തോഷത്തെ നൽകണേ അല്ലാ, സമാധാനം നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മ ബാപ്പമാർക്ക് നീ ഒരു സന്തോഷം കൊടുക്കണേ റഹ്മാനെ. അവരെ രോഗങ്ങളിൽ നിന്ന് നീ കാത്തുരക്ഷിക്കണേ അല്ലാ. പടച്ചവനെ, ഈ ആമീൻ പറയുന്ന പലരുടെയും ഭാര്യ മരണപ്പെട്ടുപോയി, ഭർത്താവ് മരണപ്പെട്ടുപോയി, അവരുടെ ഖബറുകൾ നീ സ്വർഗമാക്കണേ റഹ്മാനെ. സമാധാന ജീവിതം ഇവിടെ അവശേഷിച്ചിരിക്കുന്നവർക്ക് നീ നൽകണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളെ നീ സാലിഹീങ്ങളായ മക്കളാക്കണേ അല്ലാ. ഖുർആൻ ഓതുന്ന മക്കളാക്കണേ റഹ്മാനെ. ഇൽമു പഠിക്കുന്ന മക്കളാക്കണേ റബ്ബേ. ബുദ്ധിയും തന്റെ ഇടവുമുള്ള മക്കളാക്കണേ റഹ്മാനെ. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കും. ഞങ്ങളുടെ മക്കളുടെ കല്യാണപ്രായമെത്തിയാൽ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കും. ഞങ്ങളുടെ മക്കളെ കല്യാണപ്രായമെത്തിയാൽ അവർക്ക് അനുയോജ്യരായ ഇണകളെ നീ നൽകണേ അല്ലാ. മക്കളുടെ കല്യാണപ്രായത്തിൽ അവർക്ക് അനുയോജ്യരായ ഇണതുണകളെ നീ നൽകണേ റഹ്മാനെ. നല്ല ജോലി നീ നൽകണേ അല്ലാ. അവരുടെ പഠനത്തിലും ജോലികളിലും നിന്റെ സഹായം നൽകണേ റഹ്മാനെ. ഈ സദസ്സിൽ വീടില്ലാത്തവരുണ്ട്, നീ വീട് നൽകണേ റബ്ബേ. ജോലിയില്ലാത്തവരുണ്ട്, ജോലി നൽകണേ അല്ലാ. ഞങ്ങളുടെ വരുമാന മാർഗങ്ങളിൽ, കച്ചവടങ്ങളിൽ, സംരംഭങ്ങളിൽ നീ വലിയ ബറക്കത്ത് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, റജബിലും ശഅബാനിലും നീ അനുഗ്രഹം ചൊരിയണേ അല്ലാ. വബല്ലിഗ്നാ റമളാൻ വഫിഖ്നാ ഫീഹി ലിസ്സിയാമി വൽ ഖിയാമി വതിലാവത്തിൽ ഖുർആൻ. അല്ലാഹുവേ, ഈ നാട്ടിലെ കൃഷികളിൽ ബറക്കത്ത് ചെയ്യ് അല്ലാ. ഈ നാട്ടിലെ കച്ചവടങ്ങളിൽ ബറക്കത്ത് ചെയ്യ് നാഥാ. അല്ലാഹുവേ, ഈ നാട്ടിലെ മക്കളിൽ നീ സന്തോഷവും റാഹത്തും ആത്മീയമായ വെളിച്ചവും നൽകണേ അല്ലാ. അപകടങ്ങളിൽ നിന്ന് കാക്കണേ റബ്ബേ. ക്യാൻസറിൽ നിന്ന് കാക്കണേ അല്ലാ. കിഡ്നി രോഗത്തിൽ നിന്ന് കാക്കണേ അല്ലാ. ദുഃഖം നൽകല്ല റബ്ബേ, സങ്കടം നൽകല്ല റഹ്മാനേ, വേവലാദികൾ നൽകല്ല റബ്ബേ. മനസ്സിന് താങ്ങാനാവാത്ത ദുഃഖങ്ങൾ നൽകി അങ്ങനെ അങ്ങ് മരണപ്പെട്ടു പോകാൻ ആഗ്രഹിക്കുന്ന സാഹചര്യങ്ങൾ നൽകല്ല റഹ്മാനെ. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങളുടെ നാടുകളിലൂടെയൊക്കെ ഇങ്ങനെ നടക്കുമ്പോ ഇഴജന്തുക്കളിൽ നിന്ന്, വിഷജന്തുക്കളിൽ നിന്ന് കാക്കണേ റഹ്മാനെ. തീ കൊണ്ടുള്ള അപകടങ്ങൾ, അതുപോലെ കരണ്ട് കൊണ്ടുള്ള അപകടങ്ങൾ, അതിൽ നിന്നൊക്കെ ഞങ്ങൾക്ക് വലിയ കാവലേകണേ അല്ലാ. യാ അല്ലാ, കാരുണ്യവാനായ റബ്ബേ, വെള്ളത്തിൽ പോയുള്ള അപകടങ്ങളിൽ നിന്ന് രക്ഷിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, കരുണക്കടലായ റബ്ബേ, ഒരാളുടെ മുമ്പിലും കടം വാങ്ങി കൈനീട്ടേണ്ട, അതിന്റെ പിറകിൽ തലകുനിക്കേണ്ട അവസ്ഥ ഞങ്ങൾക്ക് നൽകല്ല റഹ്മാനെ. ഞങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിനക്ക് മാത്രം അറിയാവുന്ന, നിന്നോട് മാത്രം ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്ന പല കൊതികളുമുണ്ട്, പല അഭിലാഷങ്ങളുമുണ്ട്, ആഗ്രഹങ്ങളുമുണ്ട്. അത് ഞങ്ങൾക്ക് നീ നിറവേറ്റി തരണേ അല്ലാ. യാ അല്ലാ, ഞങ്ങളിതാ കൈകൾ ഉയർത്തി നിന്നോട് ചോദിക്കുന്നു റബ്ബേ. പാവപ്പെട്ടവരാണ്, ഞങ്ങൾക്ക് നീ ഇടയിൽ നീ ഐക്യവും സ്നേഹവും നൽകണേ റഹ്മാനെ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വാർഷികത്തിൽ പങ്കാളികളാകാനുള്ള തൗഫീഖ് നൽകണേ റബ്ബേ. റഹ്മാനെ, ഓരോ നാടുകളിലും എത്തുമ്പോ ഞങ്ങൾക്ക് വേണ്ടി സദസ്സൊരുക്കുന്നവർ, ഈ മജ്ലിസ് തയ്യാറാക്കിയവർ, ലൈറ്റ് ആൻഡ് സൗണ്ട് ഒരുക്കിയവർ, ലൈവ് ചെയ്തവർ, എല്ലാവരുടെയും ജീവിതത്തിൽ ബറക്കത്ത് നൽകണേ റബ്ബേ. എല്ലാവരുടെയും വിഷമങ്ങൾ ദൂരീകരിക്കണേ റഹ്മാനെ. എല്ലാവർക്കും സന്തോഷവും സമാധാനവും നൽകണേ തമ്പുരാനെ. ആദരണീയനായ ഉമർ അലി തങ്ങൾ ഉൾപ്പെടെയുള്ള ഇവിടുത്തെ ആലിമീങ്ങൾ, സാദാത്യങ്ങൾ, സ്വാലിഹീങ്ങൾ, അവരുടെ പ്രവർത്തനങ്ങളിൽ നിന്റെ സഹായം നൽകണേ അല്ലാ. റബ്ബേ, ഞങ്ങളൊക്കെ മരിക്കുമെന്ന കാര്യം ഉറപ്പാണ്. അതെവിടെയായാലും എങ്ങനെയായാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി പുഞ്ചിരിച്ചു മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് തരണേ റബ്ബേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന
وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين. നിങ്ങളൊക്കെ എനിക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്ത് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.